26,225 39 പേരാണ് സമരത്തിലായിട്ട് ഉള്ളതായിട്ട് കണ്ടത്. ഒരാളാണെങ്കിലും അത് സർക്കാരിനെ സംബന്ധിച്ച് അത് തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ടതാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ 2050 ആകുമ്പോൾ ലോകാരോഗ്യ സംഘടന പറഞ്ഞു ഒരു സൈലന്റ് എപ്പിഡമിക് പോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ പോകുന്നത് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വഴി. മറ്റു പലയിടത്തും പുഴകളിലൂടെ മൃതദേഹങ്ങൾ ഒഴുകി നടന്നപ്പോൾ കേരളത്തിൽ നമുക്കങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റില്ല. ഇതിലൊരു പക്ഷിപ്പനി ലോകത്തെവിടെയെങ്കിലും ഉണ്ടാകുന്നു. അപ്പോൾ അത് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് കഴിയണം. ഈ ആരോഗ്യമന്ത്രിയുടെ തലയ്ക്കകത്ത് ഏകദേശം പകുതിയോളം സമയം ഈ പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട വ്യാധികളായിരിക്കുമോ? 5 പേർക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ 3 പേർ മരണപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ നിപ്പ വൈറസിനെ ആദ്യം കണ്ടുപിടിക്കുന്നത് നമ്മളാണ്. ചെറിയ ഹോസ്പിറ്റൽസ് 15 ബെഡ് 20 ബെഡ് അത് തീർച്ചയായിട്ടും ആ നിലയിൽ തന്നെയാണ്. നമ്മളിപ്പോൾ അതിൽ ഭേദഗതി വരുത്താനൂടെ നായ്ക്കളെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമ സംവിധാനം അനുവദിക്കുന്നേ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. പക്ഷിയിൽ നിന്ന് മനുഷ്യനിലേക്ക് പോയിട്ടുള്ളൂ. പക്ഷെ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പോകാനുള്ള മ്യൂട്ടേഷൻ ഉണ്ടായാൽ ഒരു പക്ഷേ അടുത്തൊരു മഹാമാരിയാകാൻ അതിനെല്ലാ സാധ്യതയുമുണ്ട് എന്നുള്ളതാണ്. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് വാക്സിൻ്റെ എഫിഷ്യൻസിയെ കുറിച്ച് ചർച്ചയ്ക്ക് ഞാനില്ല. അൺലെസ് പ്രൂവ്. മെയ് വരെ 2,80,000 ബൈറ്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ എത്ര ആക്രമിക്കപ്പെടുന്നുണ്ടോ ആ ഓരോ ആക്രമണവും നിങ്ങളെ കൂടുതൽ കരുത്ത് ഉള്ളവരാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. 2-2.5 നൂറ്റാണ്ടുകൾ ഉണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ സമ്പ്രദായത്തിൻ്റെ ചരിത്രത്തിന്. ഞാൻ പറയുന്ന ആയുർവേദം പോലെയുള്ള നമ്മുടെ പരമ്പരാഗത സമ്പ്രദായമല്ല. ആരോഗ്യത്തിന് വേണ്ടി സർക്കാരിൻ്റെ ഇടപെടലുകൾ, സർക്കാർ വകുപ്പ്, സർക്കാരിൻ്റെ നേരിട്ടുള്ള ചെലവ്, ഇതൊക്കെ വരുന്നത് ഏകദേശം 2-2.5 നൂറ്റാണ്ടുകളുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട്. അതുകൊണ്ട് തന്നെ മലയാളിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അവയർനെസ് വളരെ കൂടുതലാണ്. ഏതുകൊണ്ട് തന്നെ ഏതൊരു ചെറിയ പ്രശ്നം വന്നാലും ചോദ്യം ആരോഗ്യമന്ത്രിയോ ചിലപ്പോൾ മുഖ്യമന്ത്രിയോ തന്നെ നേരിടുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൽ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. 2 പനി കഴിഞ്ഞ് 3ാമത്തെ പനിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യം ആരോഗ്യമന്ത്രിക്കെതിരെ വരുന്ന ഒരവസ്ഥയുണ്ട്. ഇത് നമ്മൾ ഈ സിസ്റ്റത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ഇത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ റോബസ്റ്റ്നെസ്സാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ഇനി നമുക്ക് മുമ്പോട്ട് പോകാനുള്ളത്, എന്തൊക്കെയാണ് പാകപ്പിഴകളുള്ളത്, ഇത് ഒരു ലാർജർ ഇഷ്യൂ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ആരോഗ്യ മന്ത്രി ശ്രീമതി വീണ ജോർജ് നമ്മുടെ ഒപ്പം ഉണ്ട്. മാഡം സ്വാഗതം. താങ്ക് യു. ഈ ഇപ്പോൾ കോവിഡിൻ്റെ പുതിയ നമ്പറുകൾ വന്നു. അപ്പോൾ ഒരു പത്രപ്രവർത്തന നിലയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം, കോവിഡിൻ്റെ തരംഗങ്ങൾ അവസാനിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ ഈ നമ്പറുകൾ റിവൈസ് ചെയ്യുമ്പോൾ സംസ്ഥാനങ്ങളിൽ 1 മരണം 2 മരണം 3 മരണം എന്നൊക്കെ പറയും. അവിടെയൊക്കെ കേരള ഹാസ് റിവൈസ്ഡ് നമ്പർ. കേരളം അതിൻ്റെ നമ്പറുകൾ റിവൈസ് ചെയ്ത ഒറ്റ സംസ്ഥാനമാണ് ഞാൻ കണ്ടിട്ടുള്ളത്, കേരളമാണ്. 28 സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുള്ളതിൽ ഒരു സംസ്ഥാനം മാത്രമായിരുന്നു ഈ നമ്പറുകൾ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താണത് കാണുക? ഇപ്പം വന്നു കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ മരണങ്ങൾ അണ്ടർ റിപ്പോർട്ടഡ് ആയിട്ടുള്ളത് ഗുജറാത്താണ്, ഏറ്റവും കുറവ് കേരളവുമാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? നമുക്ക് അറിയാം, കോവിഡിനെ കുറിച്ചുള്ള നമ്മുടെ പ്രതിരോധം ലോകത്തിലെ മനുഷ്യർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ നമ്പറിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് എന്താ അതിനെക്കുറിച്ച് പുതിയതായിട്ട് പറയാനുള്ളത്? ആദ്യമേ ആത്യന്തികമായി സത്യം വിജയിക്കുമെന്നുള്ളതാണ്. കാരണം സംസ്ഥാന സർക്കാർ കേരളം ഏറ്റവും കൂടുതൽ ആക്ഷേപം കേട്ടൊരു വിഷയം കൂടിയാണ്. ഇപ്പോൾ ചില ടെക്നിക്കൽ എക്സ്പേർട്സ് തന്നെ പല വേദികളിലും കേരളത്തിൻ്റെ കോവിഡ് കാലത്തെ മരണനിരക്കിനെ സംബന്ധിച്ച് പറയുന്നുണ്ടായിരുന്നു. ദേ നോക്കൂ, മറ്റ് സംസ്ഥാനങ്ങളിൽ ദശാംശം ഇത്രയാണ്, കേരളത്തിൽ 1% മരണനിരക്ക് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അന്ന് ഇതിങ്ങനെയാണ്, ശാസ്ത്രീയമായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കേരളം കോവിഡ് പ്രതിരോധത്തിൽ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കോവിഡ് കാല പ്രവർത്തനങ്ങൾ ശരിയായിരുന്നു എന്നുള്ളതും അത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമ്മൾ അത് മരണനിരക്ക് റിപ്പോർട്ട് ചെയ്തു എന്നുള്ള സത്യം കൂടി പുറത്തു വരികയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത് ഈ സർക്കാരിൻ്റെ തുടക്കകാലത്ത് ഈ സർക്കാരിൻ്റെ ആദ്യത്തെ നിയമസഭയിൽ നമ്മൾ നേരിട്ട അടിയന്തര പ്രമേയം ഇതായിരുന്നു. അതായത് കോവിഡ് മരണങ്ങൾ പൂഴ്ത്തിവെക്കുന്നു. എല്ലാ മാധ്യമങ്ങളിലും ഓരോ ദിവസവും ഓരോരോ സ്റ്റോറികൾ വരുന്നു. അപ്പോൾ അന്ന് ഓരോ ദിവസവും അത് കോവിഡിൻ്റെ 2ാം തരംഗത്തിൻ്റെ ഒരു തുടക്കമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട CM ഓരോ വൈകുന്നേരങ്ങളിലും മീറ്റിംഗ് എടുക്കും. ഞാനുണ്ട്, റവന്യൂ വകുപ്പ് മന്ത്രിയുണ്ട്, അതുപോലെ ചീഫ് സെക്രട്ടറി, മറ്റ് സെക്രട്ടറിമാരൊക്കെ ചേർന്നാണ്. അപ്പോൾ CM അതിന് വളരെ കൃത്യമായിട്ടൊരു ഡയറക്ഷൻ തന്നു. അതായത് കോവിഡ്
മരണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കണം. അപ്പോൾ WHO ഗൈഡ് ലൈൻ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെയും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതായത് നമുക്ക് കേരളത്തിൽ സീനിയർ സിറ്റിസൺസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്, 60 വയസ്സിന് മുകളിലുള്ളവർ. അതോടൊപ്പം തന്നെ നമുക്ക് മോർബിഡിറ്റി വളരെ ഹൈ ആണ്, മറ്റ് രോഗങ്ങൾ ഉള്ളവർ. അപ്പം ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പം ക്യാൻസർ ബാധിതയായിട്ടുള്ള ഒരു വ്യക്തി, ക്യാൻസർ ബാധിതനായിട്ടുള്ള ഒരു വ്യക്തി കോവിഡ് മൂലം മരണമടയുന്നു. ഈ മരണം എവിടെയാണ് ചേർക്കപ്പെടുക? അത് കോവിഡ് മരണമാണോ, അതല്ല ക്യാൻസർ മൂലമുള്ള ഡെത്താണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഒരു കാര്യം കൂടി ചെയ്തു, അത് എക്സസ് മോർട്ടാലിറ്റി ഒന്ന് അസസ് ചെയ്തു 2021. അതായത് ഏറ്റവും മികച്ച നിലയിൽ ഓരോ മരണവും രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെ നടക്കുന്നില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ആ ഡേറ്റ വെച്ചിട്ട് നോക്കൂ, നിലവിലുള്ള ഡേറ്റ വെച്ച് ഇത്രയും എക്സസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഓരോ മരണവും റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അവിടുത്തെ കണക്കുകൾ ഇതിലും ഹ്യൂജ് ആകുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളം ഓരോ മരണവും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, തദ്ദേശ സ്ഥാപനത്തിൽ അത് രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എക്സസ് മോർട്ടാലിറ്റി അന്ന് അസസ് ചെയ്തപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ കോവിഡ് മരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ കണക്ക് ഏകദേശം ശരിയാണെന്നുള്ളത് തെളിഞ്ഞിരുന്നു. പക്ഷേ കാലത്ത് ഒരു കാര്യം കൂടി ചെയ്തു, നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഗൈഡ് ലൈൻ ഇറക്കി, എങ്ങനെ വേണം കോവിഡ് മരണങ്ങൾ എങ്ങനെ ഉൾപ്പെടുത്തണം. അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ ശ്രമമുണ്ടായി. അതിനുശേഷം സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു വിധി കൂടി പുറപ്പെടുവിച്ചിരുന്നു. അതായത് ഒരു വ്യക്തി ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു, കോവിഡ് ആണെന്ന് കണ്ടെത്തുന്നു, പക്ഷേ കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷം വീണ്ടും ഒരു മാസം കൂടി ഹോസ്പിറ്റലിൽ മറ്റേതെങ്കിലും രോഗം മൂലം അഡ്മിഷനിൽ തുടരുന്നു, ആ മരണം കോവിഡ് ഡെത്തായിട്ട് കണക്കാക്കണം. സുപ്രീം കോടതി പിന്നീട് ഇഷ്യൂ ചെയ്ത ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ കൂടി ആ നിലയിൽ മാനദണ്ഡങ്ങൾ പുനർനിശ്ചയിച്ചിരുന്നു. പിന്നീട് വന്നത് ഡിസ്ചാർജായി വീട്ടിൽ പോയി 3 മാസം കഴിഞ്ഞിട്ട് ഡെത്ത് ഉണ്ടാകുന്നു, കോവിഡ് മരണമായിട്ട് കണക്കാക്കണം എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു, ഒരാളും ഇതിൽ നിന്ന് പെടാതെ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. തീർച്ചയായിട്ടും ഈ ശാസ്ത്രീയമായി വാസ്തവത്തിൽ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇറ്റ് ഷുഡ് ബി അറൗണ്ട് വൺ പേഴ്സൺ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡേറ്റ കണക്കുകൾ ശരിയാണ് എന്നുള്ളത് അന്നേ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഇന്ത്യയിൽ ആകെ കൂടിയുള്ള മരണങ്ങൾ ഏകദേശം 5 ലക്ഷത്തോളം ആയി. WHO ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് 45-50 ലക്ഷം എന്നുള്ളതായിരുന്നു അൺഒഫീഷ്യൽ കണക്കുണ്ടായിരുന്നു. അപ്പോൾ അത് 10 ഇരട്ടിയോളം എന്നുള്ളതായിരുന്നു. കേരളത്തിൻ്റെ കണക്കുകൾ ഇപ്പോൾ ഏകദേശം അന്നുണ്ടായിരുന്നു, ഇന്നുണ്ടായത് ഏകദേശം അങ്ങനെയൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇത് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ ഒരു മികവ് നമ്മൾ കാണണം എന്നുള്ളതാണ്. അത് പറഞ്ഞതുപോലെ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ കുറച്ച് വർഷങ്ങൾ കൊണ്ടോ രൂപപ്പെട്ടതല്ല. അനേകം വർഷങ്ങളിലൂടെ കൃത്യമായ നയങ്ങളിലൂടെ ഇടപെടലുകളിലൂടെയൊക്കെ രൂപപ്പെട്ട ബോധ്യങ്ങളിലൂടെ ഒക്കെ രൂപപ്പെട്ട ഒരു പൊതുജന ആരോഗ്യ സംവിധാനമാണ് നമ്മുടേത്. അപ്പോൾ കേരളത്തിൽ നമ്മൾ ഓരോ ഡെത്തിനും വാസ്തവത്തിൽ ഒരു ഡെത്ത് ഓഡിറ്റ് നടക്കുന്നു. ഇപ്പോൾ ഒരു ഡെങ്കി ഫീവർ കാരണം ഒരു ഡെത്ത് ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഓരോ ഘട്ടവും നോക്കും. ഏത് ഘട്ടത്തിലാണ് ഡോക്ടറെ കണ്ടത്, ആ ഡോക്ടറെ കണ്ടപ്പോൾ ഇപ്പോൾ ഒരു ക്ലിനിക്കിലാണോ, എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്തത്, കാരണം നമുക്ക് എവിടെയെങ്കിലും അതിൽ ലാപ്സ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. അത് കൂടാതെ ഇപ്പോൾ മറ്റൊരു ഉദാഹരണം, ഒരു ഡെങ്കി മരണം ഉണ്ടായാലും അത് സിസ്റ്റത്തിൽ കയറുമോ? തീർച്ചയായിട്ടും കയറും. ഓരോ ഡെങ്കി ഡെത്ത് ആകട്ടെ, ഒരു സാധാരണ ഒരു നോർമൽ ഫീവർ ആകട്ടെ, അതല്ല ഒരു എലിപ്പനി മൂലമുള്ള ഒരു മരണമാകട്ടെ, ഇതെല്ലാം തന്നെ സിസ്റ്റം ക്യാപ്ചർ ചെയ്യും. ഇത്ര ദിവസത്തിനകം നമുക്ക് റിപ്പോർട്ട് വരണം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ അല്ല ഒരു മരണം നടന്നെങ്കിൽ പോലും, സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ ആശുപത്രിയിലാണ് നടന്നതെങ്കിലും ഇത് സിസ്റ്റത്തിലേക്ക് വരും. ഇത് 2 രീതിയിലുണ്ട്. ഒന്ന്, സ്വകാര്യ ആശുപത്രി റിപ്പോർട്ട് ചെയ്യണം എന്നാണ് നമ്മുടെ സിസ്റ്റത്തിലേക്ക്. ഇനി ഏതെങ്കിലും എല്ലാ സ്വകാര്യ ആശുപത്രികളും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഉള്ളയിടത്ത് നമ്മുടെ ഫീൽഡിലുള്ള ആരോഗ്യ പ്രവർത്തകർ മുഖേന ഈ ഡെത്ത് നമ്മൾ ക്യാപ്ചർ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ 2024 ഉണ്ടായിട്ടുള്ള ഒരു നിപ്പ ഡെത്ത്. അപ്പോൾ അതിൽ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു വിദ്യാർത്ഥിയാണ്. നമ്മുടെ സിസ്റ്റത്തിലായിരുന്നില്ല, സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. പക്ഷെ ഫ്യൂണറൽ നടക്കുമ്പോൾ ഇല്ല, അറിയില്ല, സംശയിക്കപ്പെട്ടുമില്ല. കാരണം ആ ഘട്ടത്തിലൊന്നും സംശയിക്കപ്പെട്ടിരുന്നില്ല. നമ്മുടെ ഫ്യൂണറൽ നടക്കുമ്പോൾ നമ്മുടെ മെഡിക്കൽ ഓഫീസറും
ഹെൽത്ത് വർക്കേഴ്സും അവിടെ പോയി. ഓക്കെ. അത് ഇങ്ങനെ സംശയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മസ്തിഷ്ക ജ്വരമാണെന്ന് നമ്മുടെ ആശമാരോ മറ്റ് ഹെൽത്ത് വർക്കേഴ്സ് ഫീൽഡ് വർക്കേഴ്സ് പറഞ്ഞതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ചെല്ലുന്നത്. എന്നിട്ട് ആ ഒരു കേസ് ഹിസ്റ്ററി എന്താണെന്നുള്ളത് കളക്ട് ചെയ്തു. അപ്പോൾ ഇതിൽ നിപ്പയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ലക്ഷണങ്ങൾ കണ്ടു. അപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട് ടീമിനെ അറിയിച്ചു. ഡിസ്ട്രിക്ട് ടീം ചികിത്സിച്ച സ്വകാര്യ ആശുപത്രിയിൽ മായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവിടെ ഒരു സാമ്പിൾ, ഇദ്ദേഹത്തിൻ്റെ സാമ്പിളുകൾ പല രക്തപരിശോധനയ്ക്കൊക്കെ എടുത്തതിൽ നിന്ന് ഒരു സാമ്പിളിൻ്റെ അവശേഷിപ്പ് അവിടെ ഉണ്ടായിരുന്നാവും. അത് എടുത്ത് നിപ്പ ടെസ്റ്റ് ചെയ്തു. അത് പോസിറ്റീവായി. അതിൽ നിന്ന് തന്നെയാണ് പിന്നെ നമ്മൾ ICMR അനുശാസിക്കുന്ന കൺഫർമേഷന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റും അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നിലയിലുള്ളൊരു സംവിധാനം കേരളത്തിലുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ മറ്റു പലയിടത്തും പുഴകളിലൂടെ മൃതദേഹങ്ങൾ ഒഴുകി നടന്നപ്പോൾ കേരളത്തിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഓരോ ഡെത്തും എന്തുകൊണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം അത് പരിശോധിക്കുന്നുണ്ട്, ഇടപെടുന്നു. നമുക്കൊരു റാപ്പിഡ് റെസ്പോൺസ് ടീമുണ്ട്. ആ സ്റ്റേറ്റ് ലെവലിലുണ്ട്. സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീമുണ്ട്, ജില്ലകളിലുണ്ട്. അപ്പോൾ ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമിൽ നമുക്ക് പബ്ലിക് ഹെൽത്തിൻ്റെ ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടർ ഇത് പ്രസൻറ്റ് ചെയ്യണം. ഓരോ ജില്ലകളുടെയും പ്രസൻറ്റ് ചെയ്യണം. തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ. അതിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ഓരോ കേസും ഒരു ADHSന് അറിയുകയും ആ ADHS ആ മീറ്റിങ്ങിൽ പറയുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ്. അത് നമ്മൾ എല്ലാ എക്സ്പേർട്സ് എല്ലാവരും ചേർന്നാണ് അത് വിലയിരുത്തുക. എന്നിട്ട് ഏത് തലത്തിലുള്ള ഒരു ഇൻ്റർവെൻഷൻ നമുക്ക് വേണം എന്നുള്ളത് നമുക്കതിലൂടെയാണ് അല്ലെങ്കിൽ തീരുമാനിക്കപ്പെടുന്നത്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ എംപോക്സ് സംബന്ധിച്ചാണ്. എംപോക്സ് നമുക്ക് ഏറ്റവും കൂടുതൽ കേസസ് വന്നിട്ടുള്ളത് UAE നിന്നാണ്. അപ്പോൾ UAEക്ക് അതറിയാം. അവർ നമ്മളുടെ സിസ്റ്റവുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. അപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ള ഓരോ കേസും ആദ്യ കേസ് തന്നെ നമ്മൾ സിസ്റ്റം കണ്ടുപിടിച്ചു. എന്നിട്ട് ആവശ്യമായിട്ടുള്ള ഐസൊലേറ്റ് ചെയ്തു, ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകി. കുറേ കേസുകൾ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കേസിൽ നിന്ന് ഒരു സെക്കൻഡറി കേസ് നമുക്ക് ഉണ്ടായിട്ടില്ല. ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഒരു ഫീൽഡിൽ തന്നെയുള്ള ഒരു മെഡിക്കൽ ഓഫീസർ തന്നെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു രീതിയാണ് കേരളത്തിലേത്. ഒരു പഞ്ചായത്തിൽ ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ ഈ രോഗി പോവുകയും ആ രോഗിയുടെ ലക്ഷണങ്ങൾ കണ്ടിട്ട് ഇത് സംശയിച്ച്, ഇതാണ് അതിൻ്റെ രീതി. അതായത് ഇപ്പം ഞാനൊരു പഞ്ചായത്തിൽ താമസിക്കുന്നെങ്കിൽ ആ പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഞാൻ പോകുന്നു. ആ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ഇത് കണ്ടിട്ട് സംശയമുണ്ടെങ്കിൽ സംശയമുള്ള ഇങ്ങനെയുള്ള പകർച്ചവ്യാധി സാധ്യതയുള്ള അല്ലെങ്കിൽ പൊതുജനാരോഗ്യ സംവിധാനത്തെ ബാധിക്കുന്ന നിലയിലുള്ള എല്ലാ വിഷയങ്ങളും ഡിസ്ട്രിക്റ്റിലേക്ക് ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്യും. ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറിന് റിപ്പോർട്ട് ചെയ്യും, DMOയ്ക്ക് റിപ്പോർട്ട് ചെയ്യും. DMO അത് DHSലേക്ക് റിപ്പോർട്ട് ചെയ്യും. DHS ആണ് ഇത് ഗവൺമെൻറ്റിനെ അറിയിക്കും. അപ്പോൾ ഈ ഒരു സംവിധാനം വളരെ കൃത്യമായിട്ട് നടപ്പിലായി പോകുന്നൊരു സംസ്ഥാനം കൂടിയാണ്. ഈ ആരോഗ്യമന്ത്രിയുടെ തലയ്ക്കകത്ത് ഏകദേശം പകുതിയോളം സമയം പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട വ്യാധികളായിരിക്കുമോ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനം ഒരു മഹാനഗരമാണല്ലോ. ജനസാന്ദ്രത വളരെ കൂടുതലാണ്. നമ്മുടെ മോർബിഡിറ്റി വളരെ ഹൈ ആണ്. നമുക്ക് പ്രമേഹവും രക്തസമ്മർദ്ദവും ഒക്കെ ഉണ്ട്. നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം വളരെ കൂടുതലാണ്. പിന്നെ നമ്മുടെ പോപ്പുലേഷൻ എപ്പോഴും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നു പോകുന്ന ഒരു സമൂഹമാണ്. ഇപ്പം നമ്മൾ ജോലിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, അല്ലാതെ ടൂറിസ്റ്റ് അങ്ങനെയുള്ള യാത്രകളും നമ്മളുടെ ഇതിലുണ്ടാകുന്നുണ്ട്. ഇത് കൂടാതെ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ലോകാരോഗ്യ സംഘടന അടയാളപ്പെടുത്തിയിട്ടുള്ള ഡെങ്കി ഫീവർ ഏറ്റവും ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഇവിടെ ഏറ്റവും കൂടുതൽ അതിന് സാധ്യതയുള്ള ഇടമാണ് കേരളം. ഇപ്പോൾ ഇവിടെ അങ്ങനെയാണ്, ശ്രീലങ്ക അങ്ങനെയാണ്, ഇപ്പോൾ ലോകത്ത് ഇപ്പോൾ പെറു അങ്ങനെയാണ്. ഇപ്പോൾ പല രാജ്യങ്ങളും WHO അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തു. അങ്ങനെ ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം. അപ്പോൾ ഇതിനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ വേനൽ ആണെന്നാണ് നമ്മൾ കരുതുന്നത്, പക്ഷേ മഴയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് റെയിൻ കാരണം നമുക്ക് ഡെങ്കി പനിയുണ്ട്. പിന്നെ എലിപ്പനി സ്വാഭാവികമായിട്ടുമുണ്ട്. കാരണം ഒരു കുറച്ച് കാലം ഒരു മഴയില്ലാതെ ഇരുന്ന് ഓടകളൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടിരുന്ന് ചിലപ്പോൾ വേസ്റ്റ് ഉണ്ടാകാം, അവിടെ എലികളുണ്ടാകാം, അതിലൂടെ വെള്ളം കയറി പിന്നെ ഒരു മഴയിൽ ഒരു കാലിൽ മുറിവുള്ള ഒരാൾ അതുവഴി നടന്നു പോകുമ്പോൾ ഈ വെള്ളത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു എലിപ്പനി സാധ്യതയുണ്ട്. സിക്ക, കൊതുകുജന്യ മറ്റൊരു രോഗമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലും അതുണ്ട്.
ഇപ്പോൾ അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ്, അതായത് മഴ കുറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ജലാശയങ്ങളിലൊക്കെ വെള്ളം കുറച്ച് കുറയും, കെട്ടിക്കിടക്കും, മലിനമാകുന്ന വെള്ളമുണ്ട്. അപ്പോൾ അമീബ, അപ്പോൾ അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ്. ഒന്ന് രണ്ട് കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? 1-2 അതിൽ കൂടുതലുണ്ട്. നമ്മൾ സർവൈവ് ചെയ്തെടുത്ത എടുത്തു. ഭയങ്കര, എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ മോർട്ടാലിറ്റി റേറ്റ് ഉള്ള അസുഖങ്ങളിലൊന്നായിരുന്നു. 100% ആയിരുന്നു. അതെ അതെ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെട്ടു. അതെ അതെ, അത് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അതായത് വാസ്തവത്തിൽ ഇത് എല്ലായിടത്തുമുണ്ട്. ഈ കെട്ടിക്കിടക്കുന്ന ജലാശയത്തിൽ മാത്രമാകണം എന്നില്ല. നമ്മൾ കണ്ടുപിടിച്ചത് ഓവർ ഹെഡ് ടാങ്ക് വൃത്തിയാക്കാതെ ഇരുന്നു. 3 വർഷമായിട്ടൊക്കെ വൃത്തിയാക്കാതെ ഒരു വീട്ടിൽ നിന്ന് ആ വെള്ളത്തിൽ കുളിച്ച ആൾക്ക് ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പോയി വല്ല കുളത്തിലോ മറ്റ് കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലോ വല്ലതും കുളിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഇല്ല. അപ്പോഴാണ് നോക്കിയത്, ഈ ടാങ്ക് നോക്കിയപ്പോൾ ഈ ടാങ്ക് വൃത്തിയാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിനൊരു ഗൈഡ് ലൈൻ ഇറക്കി ICMRൻ്റെ ഒരു എക്സ്പേർട്സുമായിട്ട് ചേർന്ന് നമ്മളൊരു സ്റ്റഡി നടത്തി. പിന്നെ ഒരു ചികിത്സാ പ്രോട്ടോക്കോൾ നമ്മൾ പുറത്തിറക്കി. ഇപ്പോൾ നമ്മളൊരു ഗൈഡ് ലൈൻ അതിൻ്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ്, പിന്നെ ഈ ഒരു സമയം മുതൽ സെപ്റ്റംബർ ഒക്ടോബർ വരെ നിപ്പയുടെ ഒരു സാധ്യത വലിയ രീതിയിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ പകർച്ചവ്യാധികൾ ഒഴിഞ്ഞൊരു സമയം കേരളത്തിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അതിനെ സംബന്ധിച്ച് സിസ്റ്റം എപ്പോഴും ഈ പരിശോധനകൾ ഇങ്ങനെ നടത്തുകയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനുള്ള സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിന് കേരളത്തിലെ അവസ്ഥ എന്താണ്? നമ്മളൊരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കിപ്പോൾ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്കും നമ്മളെ എത്ര മെച്ചപ്പെട്ടിട്ടുണ്ട്? ഇപ്പോൾ 10 വർഷത്തെ കഴിഞ്ഞ ഒരു 10-15 വർഷം എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്? വളരെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒന്ന്, നമ്മുടെ സംവിധാനം വളരെ മികച്ചതാണ്. ഇതൊരു ചങ്ങലയുടെ കണ്ണികൾ പോലെയാണ്. ഞാൻ എപ്പോഴും എല്ലായിടത്തും ചെന്ന് ആരോഗ്യ പ്രവർത്തകർ, അത് ഒട്ടും അതിശയോക്തി ഇല്ലാതെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റിലിരുന്ന് മുഖ്യമന്ത്രി, മന്ത്രി അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഡയറക്ടേഴ്സൊക്കെ എടുക്കുന്ന ഒരു തീരുമാനം ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ നടപ്പിലാക്കണമെങ്കിൽ അവിടുത്തെ ഹെൽത്ത് വർക്ക് ഒട്ടും ട്രാൻസ്മിഷൻ ലോസ് ഇല്ലാതെ ഇതവിടെ എത്തുകയും ഇത് നടപ്പിലാക്കുകയും വേണം, ഇത് ഉൾക്കൊള്ളുകയും വേണം. എല്ലാ തലത്തിലും ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ ലക്ഷ്യം, ഇത് ഈ രീതിയിൽ നടപ്പിലാക്കണം എന്നുള്ളത് അത് കൃത്യമായിട്ട്. അപ്പോൾ ഒരു ചങ്ങലയുടെ കണ്ണികൾ പോലെയാണ്. എവിടെയെങ്കിലും ഒരു കുഴപ്പം വന്നാൽ നമ്മളെ മൊത്തം സിസ്റ്റം ഇതാകുന്ന ഒരു ഇതുണ്ടാകും. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ സംവിധാനം ശക്തമാണ്, നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ വളരെ മികച്ചതാണ്. ഈ വർത്തമാന കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നമ്മൾ എങ്ങനെയാണ് ഇനി നേരിടാനായിട്ട് പോകുന്നത്? അപ്പോൾ അവിടെ ഇപ്പം ഇതിലൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു സർക്കാരിൻ്റെ 4 വർഷം നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുമ്പോൾ പൊതുജനാരോഗ്യ സംവിധാനത്തോട് ചേർന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ കാണുന്നത് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ സ്ട്രക്ചറിൽ കാതലായിട്ടുള്ള ചേഞ്ച് ഉണ്ടായൊരു കാലഘട്ടമാണ്. അതായത് നമ്മൾ ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങൾ, അത് കുറച്ച് സിസ്റ്റത്തിലേക്കൊരു സ്ട്രക്ചറിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പൊതുജനാരോഗ്യ നിയമം. അപ്പോൾ നേരത്തെ കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ നമുക്ക് 2 നിയമങ്ങളാണ്, തിരുക്കൊച്ചിയും അതോടൊപ്പം തന്നെ മദിരാശിയും. അത് റിപ്പീൽ ചെയ്തിട്ട് നമ്മൾ 2023 കേരളത്തിന് സൈൻ ചെയ്തു. കുറേ നാൾ സൈൻ ചെയ്തിരുന്നില്ല, പക്ഷെ സൈൻ ചെയ്തു. അപ്പോൾ പൊതുജനാരോഗ്യ നിയമം, ആ പൊതുജനാരോഗ്യ നിയമത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം വൺ ഹെൽത്താണ്. ഇടയ്ക്ക് ചോദിക്കട്ടെ, ആ ബില്ല് എന്തിനാണ് ഗവർണർ സൈൻ ചെയ്യാതിരുന്നത്? എന്തെങ്കിലും കാരണം പറഞ്ഞായിരുന്നോ? അതിൽ പ്രത്യേകമായ കാരണം പറഞ്ഞില്ല. അതിൽ ഒരു വിഭാഗം ഡോക്ടേഴ്സ് മറ്റൊരു ഡിസിപ്ലിനിൽ, അതായത് പല ഡിസിപ്ലിൻസ് ഉണ്ടല്ലോ, ഒരു വിഭാഗം ഡോക്ടേഴ്സ് ഈ മോഡേൺ മെഡിസിനിൽ ഡോക്ടർ അതിൽ പബ്ലിക് ഹെൽത്ത് അതോറിറ്റി ആകുമ്പോൾ അവരുടെ പ്രാക്ടീസിനെ ബാധിക്കുന്നുള്ളൂ. പക്ഷെ അതെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭരണഘടന അനുസരിച്ച് ഏതൊരു വ്യക്തിക്കും ഏത് ചികിത്സാ മാർഗവും തേടാനുള്ള അവകാശമുണ്ടല്ലോ. തീർച്ചയായിട്ടും അതാണ് പരമമായിട്ടുള്ള കാര്യം. അതോടൊപ്പം അവർ ചികിത്സ തേടുമ്പോൾ മറ്റൊരു ഡിസിപ്ലിനുള്ള വ്യക്തിക്ക് അതിൽ ഇടപെടാനായിട്ട് പറ്റില്ല. അത് നമ്മൾ ക്ലിയർ ആക്കിയിട്ടാണ്. അപ്പോൾ അതിലൊരു ആശയക്കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ അത് കുറേ ഇതിങ്ങനെ ഗവർണർ എല്ലാ ബില്ലുകളും ഇങ്ങനെ തടഞ്ഞു വിട്ടത് കൂട്ടത്തിൽ എന്തിനാ ഇത് വന്നതെന്ന് കൂടി അതൊരു പൊളിറ്റിക്കൽ ചോദ്യമാണ്. അത് കുറച്ച് ബില്ലുകൾ ആ ഘട്ടത്തിൽ ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഏകാരോഗ്യ എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ പൊതുജനാരോഗ്യ നിയമം നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും പരമാവധി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്ടങ്ങൾ കൂടി അത് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം നിപ്പ വവ്വാലുകളിൽ നിന്നാണ് വൈറസ് വരുന്നത്.
ഇപ്പോൾ ലോകത്തൊരിടത്തും പിന്നീടുള്ളൊരു ഭാഗം പ്രൂവ് ചെയ്തിട്ടില്ല. ഇപ്പോൾ CDC അറ്റ്ലാന്റയാണ് ബംഗ്ലാദേശിലെ ഈ മറ്റ് ഇതിൻ്റെ ഗവേഷണം നടത്തുന്നത്. അപ്പോൾ അവിടെ പനങ്കള്ള് കുടിക്കാനായിട്ട് വവ്വാല് വരികയും എന്നിട്ട് ഈ കള്ള് പിന്നീട് മനുഷ്യർ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഈ വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ പനങ്കള്ള് വവ്വാല് കുടിക്കുന്ന ഇടത്ത് പിന്നീട് അവർ നെറ്റൊക്കെ വെച്ചിട്ട് വവ്വാലിനെ തടയുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അവിടെ വൈറസിൻ്റെ സാന്നിധ്യം പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതാണല്ലോ നമ്മൾ ഈ ഒരു ഹൈപ്പോത്തസിസ് എങ്ങനെയാണ് ഇതിൻ്റെ ഇത് ശരിയാണോ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ലാബ് റിസൾട്ട് ഇല്ല, ലോകത്തൊരിടത്തും ഇല്ല. അപ്പോൾ പക്ഷേ നമ്മുടെ വളരെ ക്ലിയർ ആയിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് നിപ്പയുടെ സോഴ്സ്, വൈറസിൻ്റെ സോഴ്സ് വവ്വാലാണ്. അപ്പോൾ വവ്വാലിൽ നിന്നാണ് മനുഷ്യരിലേക്ക് വരുന്നത്. അതുപോലെ പക്ഷിപ്പനി. അപ്പോൾ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് H5N1. ഇപ്പോൾ കഴിഞ്ഞ വർഷം 800 കേസസ് ലോകത്തുണ്ടായി. അതൊന്നും ആശ്വാസകരമായിട്ടുള്ള കാര്യം മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് പോയിട്ടില്ല, പക്ഷിയിൽ നിന്ന് മനുഷ്യനിലേക്ക് പോയിട്ടുള്ളൂ. പക്ഷെ മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് പോകാനുള്ള മ്യൂട്ടേഷൻ ഉണ്ടായാൽ ഒരു പക്ഷേ അടുത്തൊരു മഹാമാരിയാകാൻ അതിനെല്ലാ സാധ്യതയുമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കുട്ടനാട് ഭാഗങ്ങളിൽ എല്ലാ വർഷങ്ങളിലും ഇപ്പോൾ പക്ഷിപ്പനി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ തിരുവല്ലയും ആലപ്പുഴയൊക്കെ ചില പക്ഷികൾ ചത്തുവീണപ്പോൾ, മയിൽ ചത്തുവീണ് സാമ്പിൾ പരിശോധിച്ചപ്പോൾ H5N1 ആണ്. കാക്ക ചത്തുവീണപ്പോൾ H5N1 ഉണ്ട്. അപ്പോൾ ഇത് ഏകാരോഗ്യത്തിലൂടെ അല്ലാതെ ഇനിയുള്ള ഒരു കാലത്ത്, അതായത് സൂണോട്ടിക് ഡിസീസ്, ജന്തുജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്നൊരു കാലഘട്ടമാണിത്. അപ്പോൾ ഇനി ഉണ്ടാകുന്ന മഹാമാരികളെല്ലാം തന്നെ ഇപ്പോൾ സമീപകാലത്തൊക്കെ അങ്ങനെ തന്നെയാണ്, ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കി മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അതുപോലെ ജലജന്യ രോഗങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ രീതിയിൽ കൂടുന്നുണ്ട് കേരളത്തിൽ. കുടിവെള്ളം മലിനമായ കുടിവെള്ളത്തിൽ നിന്ന് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് പരസ്പരം ആശയവിനിമയത്തിലൂടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനത്തിലൂടെ മാത്രമേ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ മികവോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക്. എനിക്ക് തോന്നുന്നു ഈ അക്കാര്യത്തിൽ കഴിഞ്ഞ 2-3 വർഷത്തിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഗെയിൻസ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ശുചിത്വ കേരളം മിഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഈ പ്രോസസ്സിങ് സെൻ്ററുകളായാലും ഒക്കെ കുറച്ചുകൂടെ ഒക്കെ പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ഈ ക്യാമ്പയിനും ശുചിത്വ കേരളം മിഷനുമായി ബന്ധപ്പെട്ട് കുറേയൊക്കെ നമ്മൾ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അത് ഇത് റിഫ്ലക്റ്റ് ചെയ്ത് വരേണ്ടത് തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് അത് പ്രത്യക്ഷത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വളരെ മികച്ച രീതിയിൽ ചെയ്യുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ നമ്മൾ ഈ ഡിസീസ് സർവൈലൻസ് നടത്തുമ്പോൾ ഇത് വളരെ പ്രകടമാണ്. പ്രീവിയസ് ഇയേഴ്സിൽ നിന്ന് വലിയ രീതിയിൽ വ്യത്യാസം പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളിപ്പം ഈ വർഷം ഇപ്പോൾ 2025 നമ്മളിപ്പോൾ ഉള്ളത് മെയ് മാസമാണ്. മെയ് മാസത്തിലെ ഇപ്പോഴത്തെ ഡേറ്റ ഇപ്പോൾ സ്റ്റേറ്റ് പരിശോധിക്കുന്നത് ജനുവരി മാസം മുതൽ മെയ് വരെയുള്ള അല്ലെങ്കിൽ ഏപ്രിൽ 30 വരെയുള്ള ഡേറ്റ നമ്മൾ പരിശോധിക്കും. ഇത് നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ പ്രീവിയസ് ഡേറ്റ ഉണ്ടാകും. അത് റീഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ മഴയുടെ ഏറ്റക്കുറച്ചിലൊക്കെ പോലെ കുറച്ച് കാര്യങ്ങളുണ്ടാവും, പക്ഷേ അതിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ വളരെ നന്നായി നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ അത് ഗണ്യമായിട്ടുള്ള കുറവ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പാകത്തിൽ, ആരോഗ്യവകുപ്പിന് നോട്ടീസ് ചെയ്യാൻ പാകത്തിൽ ഈ സാംക്രമിക രോഗങ്ങളായാലും ശരി, ആരോഗ്യ പ്രശ്നങ്ങളായാലും ശരി, അതിൽ റിഡക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതൊരു ഘട്ടത്തിൽ നമ്മളൊരു ഇൻ്റർസെക്ടറൽ മീറ്റിങ്ങിൽ ഇത് പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ്. ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള മിഷൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. ശ്രീ എം. പി. രാജേഷിന് ഒന്ന് കൈവക്കാനുള്ള ഒരു അവസരം തീർച്ചയായും നമ്മൾ ഇൻ്റർസെക്ടറൽ മീറ്റിംഗ് ഇതൊന്ന് അവലോകനം ചെയ്യണമെന്ന്, ഇത് പ്രസൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് വളരെ പരസ്പര ബന്ധിതമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ സർക്കാർ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒന്നാണ് KCDC. അതായത് നമ്മുടെ അമേരിക്കൻ ഐക്യനാടുകൾ അറ്റ്ലാന്റയിലെ CDC ആണ് ഇപ്പോൾ ലോകത്തിന് പരിചിതമായിട്ടുള്ളത്. വേറെ മറ്റു കേരള CDC എന്ന് പേര് എടുക്കും, എന്നിട്ട് വേണം അത് ഇനി കേരള എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ഈ കാര്യമാണ്, അതായത് ഒന്ന് നമുക്ക് വലിയ ഡേറ്റ നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും ഒക്കെ തന്നെ ഒരുപാട് ഈ ഡേറ്റ പലപ്പോഴും
100-200 വർഷത്തെ ഡേറ്റ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിച്ചൊരു കാര്യം, ഈ ഡേറ്റ വെച്ച് എന്തുകൊണ്ടൊരു ഫോർകാസ്റ്റിംഗ് നമുക്ക് സാധ്യമാകുന്നില്ല. ഇപ്പോൾ അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമ്മളും കൂടെ ആലോചിച്ച് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നല്ല നിലയിൽ അതിലൊരു പങ്കാളിത്തമൊക്കെ വഹിച്ചുകൊണ്ട് നമ്മളൊരു KCDCയിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു എപ്പിഡമിക് ഫോർകാസ്റ്റിങ്ങിൻ്റെ ഒരു സെൻറ്റർ ഡെവലപ്പ് ചെയ്യാൻ. സെന്റർ ഫോർ ഡിസീസസ് കൺട്രോൾ എന്ന് പറയുന്ന പോലെ തന്നെ അതിന്റെ കേരള വേർഷൻ അതിലൊരു അല്ല KCDC അതാണ്, അതിൽ ഒരു ഘടകം ഇതാണ്. ഓക്കെ, KCDCയെ കുറിച്ച് പറയൂ, അതെങ്ങനെയാണ് നിങ്ങൾ എൻവിസാജ് ചെയ്യുന്നതെന്ന് പറയൂ. അതായത് KCDC എന്നുള്ളത് ഇപ്പോൾ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് പൊതുജനാരോഗ്യ സംവിധാനം നമ്മൾ മെച്ചപ്പെട്ടതാണ്. നമ്മൾ എന്താണ് ഇനി മുന്നോട്ട്, ഇനി നമ്മൾ കേരളത്തിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് KCDC. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കമ്പോണൻസ് ഉണ്ട്. അതിലൊന്ന് എപ്പിഡമിക് ഇൻ്റലിജൻസാണ്. എപ്പിഡമിക് ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ ഇതിലൊരു പക്ഷിപ്പനി ലോകത്തെവിടെയെങ്കിലും ഉണ്ടാകുന്നു, അപ്പോൾ അത് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് കഴിയണം. ഇത്ര നാളിനുള്ളിൽ ഈ രീതിയിൽ ഈ പക്ഷിപ്പനി കേരളത്തിലെത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നതിന് ശേഷം പക്ഷികൾ ചത്തൊടുങ്ങിയതിന് ശേഷം പരിശോധിക്കുമ്പോഴാണല്ലോ ഇത് പക്ഷിപ്പനിയാണെന്ന് കാണാനായിട്ട് അല്ല കണ്ടെത്താനായിട്ട് കഴിയുക. അപ്പോൾ ഇത് അങ്ങനെയല്ല, ലോകത്തെവിടെയെങ്കിലും ഈ ഏവിയൻ ഫ്ലൂ കൊണ്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായാൽ അത് എത്ര നാളുകൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്, അല്ല ഇത്ര നാളുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടേക്ക് എത്താൻ സാധ്യതയില്ല. ഈ നിലയിലേക്ക് അതിനെ കണ്ടെത്താൻ കഴിയുന്നൊരു സംവിധാനം നമുക്കുണ്ടാകണം. ഇപ്പോൾ വളരെ വളരെ ലളിതമായി പറഞ്ഞാൽ ഇപ്പോൾ 2000 മുൻപ് നമുക്ക് ഡെങ്കി ഔട്ട്ബ്രേക്കുകളൊക്കെ ഉണ്ടായപ്പം സമാനമായ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടായ രാജ്യങ്ങളുണ്ട്, ശ്രീലങ്ക, പെറു. അപ്പം അവിടെയൊക്കെ ഒരു റൈസ് ഉണ്ടാകുമ്പോൾ ഇപ്പം നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ ഡോക്ടേഴ്സ് പറയും പെറുവിൽ ഇത്ര റൈസ് ഉണ്ട്, പക്ഷേ ഇത് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് അത് ചിലപ്പോൾ ഒരു വ്യക്തിയുടെ അക്കാഡമിക് മികവ് കൊണ്ട്, ഇൻട്രസ്റ്റിൻ്റെ പുറത്തും അതോടൊപ്പം ഒരു മികവ് കൊണ്ടും അദ്ദേഹം പറയുന്നതാണ്. പക്ഷെ സിസ്റ്റം അങ്ങനെയാണ്. വ്യക്തികൾ ഡോക്ടർമാർ ധാരാളം ഉണ്ടല്ലേ? ഉറപ്പായിട്ടുണ്ട്. അപ്പം അവർ നമ്മുടെ സ്റ്റേറ്റ് ലെവൽ RRTയിൽ പറയും, അവർ പറയും പെറുവിൽ ഇത്രയും റൈസ് ഉണ്ടായിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ചയിൽ ഇത്രയും ഉണ്ടായിട്ടുണ്ട്, ശ്രീലങ്കയിൽ ഇത്രയും ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് അലേർട്ടാവും. അപ്പോൾ ഇതിന് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഉള്ളത് പറയും. പക്ഷേ ഇപ്പോൾ വ്യക്തികൾ അപ്രസക്തരാണ്, സിസ്റ്റം ഉണ്ടാകണം. സിസ്റ്റം ആണല്ലോ പ്രധാനം. അപ്പോൾ ആ ഒരു എപ്പിഡമിക് ഇൻ്റലിജൻസ് ബിൽഡ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് അങ്ങനെ ഒരു കമ്പോണൻറ്റ് നമ്മൾ KCDCയിലുണ്ട്. അത് KCDCയുടെ ഒരു ലക്ഷ്യമാണ്, സ്റ്റേറ്റിൻ്റെ എപ്പിഡമിക് ഇൻ്റലിജൻസ്. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ളൊരു പകർച്ചവ്യാധി ഉണ്ടായാൽ ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ വ്യക്തി ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പനി ഉണ്ടെങ്കിൽ, ഇപ്പോൾ എംപോക്സിൻ്റെ കാര്യത്തിൽ തന്നെ, പക്ഷേ ഇതിൻ്റെ ഒരു പോസിബിലിറ്റി നമുക്ക് നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇൻ്റലിജൻസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഒരു കമ്പോണൻറ്റ്. 2, നമ്മുടെ ഈ ഡേറ്റ വെച്ചിട്ടുള്ള ഫോർകാസ്റ്റിംഗ്. അതായത് അത് കുറച്ചുകൂടി ഇൻറ്റേർണലാണ്, മറ്റേതൊരു ആഗോളതലത്തിലെ ഇതിലാണ്. ഇത് മറ്റ് നമ്മുടെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അതിൽ ഒത്തിരി ഡേറ്റ ഉണ്ട്. അപ്പോൾ ആ ഡേറ്റ ഇപ്പോൾ മഴയെ സംബന്ധിച്ചിട്ടുള്ള, ഇപ്പോൾ നമുക്കൊരു ന്യൂനമർദ്ദം വരാൻ പോകുന്നു, ഇപ്പോൾ ഈ ഒരു വേനൽക്കാലം നമ്മൾ കണ്ടു, വേനൽക്കാലം കഴിഞ്ഞിട്ടുള്ളൊരു മൺസൂണിലേക്ക് നമ്മൾ പോകുന്നു. സാധാരണ ഒരു വേനൽക്കാലത്ത് ഡെങ്കി ഉണ്ടാവത്തില്ല, കാരണം ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ വേനൽക്കാലത്ത് ന്യൂനമർദ്ദവും മഴയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ഡെങ്കി നമ്മൾ അത് കണ്ടു അതേപോലെ ഉണ്ടായി. ഇത് നമ്മൾ AI ഉപയോഗിച്ച് ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ, ഈ ഇൻപുട്ട് നമ്മൾ കൊടുത്താൽ ഇതിൻ്റെ പ്രഡിക്ഷൻ ഈ സോഫ്റ്റ്വെയറിലൂടെ തന്നെ സാധ്യമാകും. അതാണ് ഇപ്പോൾ CDAC അതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് KCDCയിലൊരു ഭാഗമായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞതുപോലെ വ്യക്തികൾ മാറിയാലും സിസ്റ്റം ഉണ്ടാകും. അപ്പോൾ അത് ടെക്നോളജിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഇതാണ് KCDC. ഇപ്പോൾ KCDCയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം ഈ ചോദ്യം നമ്മളുടെ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ സർക്കാർ തന്നെ യൂണിവേഴ്സിറ്റിക്ക് പണിത് നൽകിയൊരു കെട്ടിടമാണ്. അതിൽ നമ്മളിപ്പോൾ അവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഒരു ഒക്ടോബർ മാസത്തോടുകൂടി ഈ KCDCയുടെ തന്നെ ഈ പറഞ്ഞ സംവിധാനം ഉണ്ടല്ലോ, നമ്മുടെ സോഫ്റ്റ്വെയർ ഓൾറെഡി ഏതാണ്ട് ഡെവലപ്ഡ് ആണ്. അത് ഇൻസ്റ്റലേഷനും മറ്റു കാര്യങ്ങളും അവിടെ നടക്കും. പിന്നെ അതിനുശേഷം ഈ എപ്പിഡമിക് ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ അതിനൊരു ടീം കൂടി ബിൽഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതുകൂടി സാധ്യമായാൽ KCDC ഒക്ടോബറിൽ നിന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും നമ്മളെങ്ങനെ കേരളം ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചറിൽ നിങ്ങൾ എന്ത് വ്യത്യാസമാണ് വരുത്തിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ ഇത്തരം ഇതൊക്കെ വൈറസ് ഐഡൻറ്റിഫൈ എന്നുള്ളത് നമ്മളിപ്പോഴും പൂനെയിൽ അയച്ചു തന്നെയാണോ അത് ചെയ്യുന്നത്? അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെയോ നമുക്ക് ആ സിസ്റ്റംസ് നമ്മൾ തന്നെ ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ തന്നെ അത് സെറ്റപ്പ് ചെയ്യേണ്ടി വരുമോ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒറ്റ ചോദ്യം സാധാരണ വരും, ഇത്രയും വലിയ വ്യത്യാസം ഉണ്ടാകുന്ന കേൾക്കുന്ന പറയുന്ന ആൾക്കാർക്ക് ഇപ്പോഴും പൂനെയിൽ അയച്ചിട്ട് വേണം ഇതൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ കൺഫേം ചെയ്യാൻ എന്ന് പറയുന്നുണ്ട്. നമുക്കതിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? വാസ്തവത്തിൽ നമ്മളാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഈ സംവിധാനങ്ങളുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്, മഞ്ചേരിയിൽ ഇപ്പോൾ ഉണ്ട്, എറണാകുളത്ത് നമുക്കുണ്ട്, IAV. ഇപ്പം ഇത് ആരോഗ്യവകുപ്പിൻ്റെ മെഡിക്കൽ കോളേജുകളുടെ മൈക്രോബയോളജി ലാബിലാണ്. ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ ബഹുമാനപ്പെട്ട CMൻ്റെ ഭയങ്കര ഒരു വലിയ പ്രോജക്റ്റ്, അതായത് കേരളത്തിനുള്ള ഒരു വലിയ സംഭാവനയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി. നമ്മൾ 84 വൈറസസിനെ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാമല്ലോ, IAVയിൽ ചെയ്യാം. ബയോടെക്നോളജി പാർക്കിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ. അതെ, അപ്പോൾ നമുക്ക് അവിടെ ചെയ്യാൻ കഴിയും. വാസ്തവത്തിൽ ഇവിടെ കണ്ടുപിടിക്കാൻ കഴിയാത്തതല്ല വിഷയം. നമുക്ക് ഈ നിപ്പ വൈറസിനെ ആദ്യം കണ്ടുപിടിക്കുന്നത് നമ്മളാണ്. ഇപ്പോൾ ഈ കേസ് തന്നെ ആദ്യം നമ്മുടെ സിസ്റ്റമാണ് കണ്ടുപിടിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയത്. പക്ഷേ ICMRൻ്റെ ഇത് ലെവൽ 4 പതോജനാണ്. അതുകൊണ്ട് ഭയങ്കര ബയോസേഫ്റ്റി ഇതിലനുസരിച്ച് ആണ് ഇവരിത് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ. കാരണം ഇത് ആ നിലയിലുള്ളൊരു വൈറസ് ആയതുകൊണ്ട്. അപ്പോൾ കൺഫർമേഷൻ അവരുടെ അതെ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം പിന്നീട് ലീഗൽ ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് ഈ മാർഗനിർദ്ദേശം അതാണ് നമ്മളുടെ ഇതുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് ബാക്കി പരിശോധനയും സംവിധാനങ്ങളൊക്കെ നമുക്ക് കേരളത്തിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു. അതോടൊപ്പം നമ്മുടെ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ, അതായത് നമ്മളിപ്പോൾ എന്താണ് ഇനി ചെയ്യാനുള്ളത് എന്നുള്ളത് ചോദിച്ചിരുന്നല്ലോ. അപ്പോൾ ഞാൻ പൊതുജനാരോഗ്യ നിയമത്തെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ലെവൽ RRT ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പഞ്ചായത്തിൽ മെഡിക്കൽ ഓഫീസർ, പഞ്ചായത്ത് പ്രസിഡന്റ്, ആ മേഖലയിൽ ചുമതലയുള്ള അഗ്രികൾച്ചർ ഓഫീസർ, വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥനോ ഇവരെല്ലാം കൂടെ ഒന്നിച്ചിരുന്നുള്ള ഒരു ഇൻ്റർസെക്ടറൽ മീറ്റിംഗ് ഉണ്ട്. 3 മാസത്തിലൊരിക്കൽ ഈ യോഗം ചേരണം. എന്നിട്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് പരിശോധിക്കണം. എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ ഡെങ്കി കൂടുതലുള്ള തോട്ടമേഖലയാണെങ്കിൽ അവിടെ ഇപ്പോൾ കോസ്റ്റൽ ഏരിയയിൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോ മേഖലയ്ക്ക് അനുസരിച്ച് ഇപ്പോൾ ഉള്ള കാര്യങ്ങളെ പാരിസ്ഥിതികമായിട്ടുള്ളതും അല്ലാതെ ഉള്ളത് കണക്കിലെടുത്തുകൊണ്ട് ഒരു മൈക്രോ പ്ലാൻ പഞ്ചായത്ത് തലത്തിൽ ഉണ്ടായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ വൺ ഹെൽത്ത് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഗ്രാസ് റൂട്ട്സ് ലെവലിൽ തന്നെ ഈ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടുക, അത് തന്നെയാണ്. അതിലേക്കാണ് നമ്മൾ എത്തപ്പെട്ടിട്ടുള്ളത്. എന്തായാലും അങ്ങനെ വന്നു കഴിയുമ്പോഴുണ്ടാകാൻ എത്ര സമയത്തിനുള്ളിൽ അത്തരം ഒരു സിസ്റ്റം നമുക്ക് അക്രോസ് കേരളത്തിൽ അത് റോൾ ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് മിനിസ്റ്ററുടെ ഒരു. ഈ മാസം വാസ്തവത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള മൈക്രോ പ്ലാൻ ആദ്യമായിട്ട് നമ്മൾ ഈ പകർച്ചവ്യാധി പ്രതിരോധത്തിന് തയ്യാറാക്കും. ഓരോ മെഡിക്കൽ ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചു. അപ്പോൾ അത് ഈ മെയ് മാസത്തിൽ നമുക്ക് യാഥാർത്ഥ്യം. നമ്മൾ ഈ മഴക്കാലമാകുമ്പോഴത്തേക്കും നമുക്ക് മൈക്രോ പ്ലാന്റ് അടിസ്ഥാനത്തിലുള്ള കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ടാവും എന്നുള്ളതാണ്. ഇത്രയധികം നമ്മൾ കേരളത്തിൽ നമ്മൾ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതിൽ എത്രത്തോളം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ. അതായത് നമ്മളൊരു പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷറി കെയർ എന്നിങ്ങനെ മാറ്റണം. മെഡിക്കൽ കോളേജുകൾ റെഫറൽ ഹോസ്പിറ്റലാകണം എന്നൊക്കെയുള്ള വർത്തമാനമുണ്ട്. പക്ഷേ ഞാൻ ഈ അടുത്തൊരു ഡോക്ടറോട് സംസാരിച്ചു, അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും മെഡിക്കൽ കോളേജിലേക്ക് ആൾക്കാർ നേരിട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നു. ഈ സിസ്റ്റം കൊണ്ട് അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ട്? നിങ്ങൾ പഞ്ചായത്ത് ലെവലിലുള്ള ഈ സിസ്റ്റം വരുന്നത് കൊണ്ട് അതല്ലെങ്കിൽ സർക്കാർ ലെവലിലെ ഇൻ്റർവെൻഷനിൽ നമ്മളിനി അങ്ങനെ ഒരു ലെവലിൽ പോകാവുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം മനുഷ്യർക്ക് ഹെൽത്ത് കെയർ സിസ്റ്റം ആക്സസബിൾ ആണ്, ആൾക്കാർ അങ്ങോട്ട് പോവാറുണ്ട്. ഇനി ആ പോകുന്ന സിസ്റ്റത്തിൽ കുറച്ചുകൂടി ഒരു കാലിബ്രേഷൻ പോസിബിളാണോ? അതിന് പ്രായോഗികമായ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും പോസിബിളാണ്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്ര മിഷൻ വഴി നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇപ്പോൾ കിഫ്ബി വഴി നമ്മൾ നോക്കിയാൽ 10,000 കോടിയിലധികം രൂപയുടെ പ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പോൾ ആർദ്രത്തിൽ നമ്മൾ ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി.
കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ അടിസ്ഥാനപരമായ ആശയം കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ്. നമ്മളൊരു പനി വരുമ്പോൾ ഓടി മെഡിക്കൽ കോളേജിലേക്ക് പോകണ്ട, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകണ്ട, നമ്മുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോകണം. അവിടെ ലാബ് സൗകര്യം ഉണ്ടാവും. നമ്മളിപ്പോൾ അത് നടപ്പിലാക്കുകയാണ്. അതായത് നിർണയ ലാബ് നെറ്റ്വർക്കിംഗ് സംസ്ഥാനം മുഴുവൻ എല്ലാ പഞ്ചായത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലും നഗരങ്ങളിലുള്ള നമ്മുടെ നഗരാരോഗ്യ കേന്ദ്രങ്ങളിലും എല്ലാം ഒരു കണക്റ്റഡ് നെറ്റ്വർക്കാണ്, ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ. അപ്പോൾ നമ്മൾ ആ ആരോഗ്യ കേന്ദ്രത്തിൽ പോയി അവിടുത്തെ ഡോക്ടറെ കാണുക. അപ്പോൾ നമ്മൾ ലക്ഷ്യം ഇതാണ്. അവിടെ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ അവിടെ കൊടുക്കാൻ കഴിയുന്ന മരുന്നുകൾ ചികിത്സ അവിടെ തന്നെ കൊടുക്കും. അതിൽ 2-3 ഗുണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായി നമ്മൾ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് ആവുകയാണ്. അനാവശ്യമായിട്ട് മരുന്ന് കൊടുക്കില്ല. ഇപ്പോൾ 2050 ആകുമ്പോൾ ലോകാരോഗ്യ സംഘടന പറഞ്ഞു ഒരു സൈലൻ്റ് എപ്പിഡമിക് പോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ പോകുന്നത് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വഴിയാണ്. അപ്പോൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും താലൂക്ക് ജില്ലാ മെഡിക്കൽ കോളേജുകളിലും ആൻറ്റിബയോട്ടിക് സ്മാർട്ട് എന്നുള്ള നിലയിലേക്ക് പോവുകയാണ്. അതിൽ ആദ്യഘട്ടം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ പ്രാഥമിക തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളാണ്. അപ്പോൾ അവിടെ പോയി ഡോക്ടറെ കണ്ട് അവിടെ ഡോക്ടർ അവിടെ ചികിത്സ കൊടുക്കാൻ കഴിയുന്നതല്ല, സ്പെഷ്യാലിറ്റി ചികിത്സ വേണമെങ്കിൽ മാത്രം ഹയർ ലെവലിലേക്ക് റെഫർ ചെയ്യും. ഹയർ ലെവലിലേക്ക് റെഫർ ചെയ്യുമ്പോൾ ജില്ലാ ആശുപത്രിയിൽ പോകാം. കാർഡിയോളജി ആണെങ്കിൽ ആദ്യത്തിൻ്റെ ഭാഗമായി ഇനി 2 ജില്ലകൾ ഒഴിച്ച് നമ്മൾ ബാക്കി എല്ലായിടത്തും കാസർഗോഡ്, വയനാട് ഉൾപ്പെടെ കാത്തലാബുകളായി. അവിടെ പോയി കാർഡിയോളജിസ്റ്റിനെ കാണാം, ന്യൂറോളജിസ്റ്റ്. ഇപ്പം നമുക്ക് ജില്ലാ ആശുപത്രികളിൽ അത് നമ്മൾ സാധ്യമാക്കുകയാണ്. കുറച്ച് ആശുപത്രികളിലുണ്ട്, കുറച്ച് ഇപ്പോൾ തസ്തിക അടുത്ത ഉടനെ തന്നെ. തിയറി അല്ല, നടക്കില്ല. ഈ 2 ജില്ലകൾ കൂടിയുള്ളൂ കാത്തലാബ് ഇല്ലാത്തത്. അത് ആലപ്പുഴയും ഇടുക്കിയുമാണ്. ആലപ്പുഴ എല്ലാം വേഗം ആകും. ആലപ്പുഴ മെഡിക്കൽ കോളേജുണ്ട്, ഇടുക്കിയിൽ പക്ഷേ മെഡിക്കൽ കോളേജിലും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ അവിടെ നമ്മൾ അടിമാലിയിൽ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ശരിയായി. ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ മെഷീൻസ് കൂടെ കൊടുത്ത്, മൂന്നാറിൻ്റെ അടുത്താണല്ലോ. അപ്പോൾ പണ്ടൊരു കാലത്ത് ഈ കേട്ടിട്ടുണ്ട്, ഈ മറ്റേ ടൂറിസ്റ്റ് പാക്കേജസിലൊക്കെ ഇടുക്കിയിൽ കാർഡിയോളജിസ്റ്റ് ഇല്ല, നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഇതുകൂടെ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ അതിന് മാറ്റം വരാൻ പോകുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് റെഫർ ചെയ്ത് പോകുന്നു. ഇനിയും അവിടെയുമല്ല, കുറച്ചുകൂടി ഇപ്പോൾ മറ്റ് ഹയർ ലെവൽ കാർഡിയോ തൊറാസിക് അവിടെ നിന്ന് റെഫർ ചെയ്യുകയാണ് മെഡിക്കൽ കോളേജിൽ. ഇതാണ് നമ്മൾ ഇതിലൂടെ തിയററ്റിക്കലി ഇതാണ് നടക്കേണ്ടത്. ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോകുമ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരു പേപ്പറും ഇനി കൊണ്ടുപോകരുത് എന്നുള്ളതാണ്. കാരണം നമുക്കൊരു ID ഉണ്ടാകും, നമ്മളുടെ പരിശോധന, നമുക്ക് നൽകിയ മരുന്ന്, നമ്മളുടെ ലാബ് ഡീറ്റെയിൽസ് ഇതെല്ലാം ഇതിലുണ്ടാകണമെന്ന്. അത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവിടെ ഡോക്ടറെ കാണാൻ കഴിയും. പക്ഷേ എല്ലായിടത്തും ആയിട്ടില്ല. നമുക്കൊരു 650-700 ഹോസ്പിറ്റലുകളിൽ മാത്രമേ ഈ ഹെൽത്ത് ആ നിലയിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 400 ഹോസ്പിറ്റൽസോളം പേപ്പർലെസ് ഹോസ്പിറ്റൽസ് ആയിട്ടുണ്ട്. ഒരു പേപ്പർ നമ്മൾ ക്യാരി ചെയ്യേണ്ട. ഇതിനകത്തുള്ളൊരു പ്രശ്നം, നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്ത് സ്വകാര്യ രംഗം വളരെ സ്ട്രോങ് ആയിരുന്നു. അവരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻ്റഗ്രേഷൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് മെഡിക്കൽ കോളേജിലേക്ക് റെഫറൻസ് കിട്ടിയ ഒരു കാർഡിയോ തൊറാസിക് പ്രോസസ്സ് വേണമെന്നുണ്ടെങ്കിൽ, എനിക്കൊരു പ്രൈവറ്റ് സെഗ്മെൻറ്റിലേക്ക് പോകണമെങ്കിൽ എനിക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടാൻ സാധിക്കുമോ? ഏതെങ്കിലും തരത്തിൽ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? അതിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒരു കേസിന് പോയിട്ടുണ്ട് ഇപ്പോൾ. അതായത് ഇങ്ങനെ ഒരു ആദ്യം ഈ ഹെൽത്ത് നടപ്പിലാക്കിയത് കേരളമാണ്. നമ്മളായിരുന്നു അതിന് നമുക്ക് ഏറെ മുന്നോട്ട് പോയി. അപ്പോൾ രാജ്യം മുഴുവൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അതായത് എനിക്കൊരു ഐഡിയ ഉണ്ട്, ഇതുകൊണ്ട് തമിഴ്നാട്ടിലൊരു ഹോസ്പിറ്റലിൽ പോയാലും ഡൽഹിയിൽ പോയാലും കേരളത്തിൽ തിരുവനന്തപുരത്ത് വന്നാലും ഡോക്ടറിന് ഇത് കാണാൻ കഴിയണം. എൻ്റെ റൈറ്റ് ആണിത്. എൻ്റെ അനുവാദത്തോടെ മാത്രമേ ഏതെങ്കിലും ഡോക്ടർക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അതിൽ ഒരു കേസിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം നമുക്ക് ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ബാക്കി ഇത് ഈ നിലയിൽ സർക്കാർ സംവിധാനത്തിൽ പൂർണ്ണമായിട്ടും ഈ ഒരു 10 മാസം കൊണ്ട് കൂടിയാവുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിയമപരമായി നടപടി എടുക്കാൻ പറ്റുമോ? ഞാൻ പറയാം, നിയമം പാസ്സാക്കിക്കൊണ്ട് ഇത് ഈ സർവീസസ് പ്രൈവറ്റ് സെഗ്മെന്റിലും അവൈലബിൾ ആക്കാൻ പറ്റും. ഈ കോടതി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു ചർച്ച പ്രൈവറ്റ് മേഖലയുമായിട്ട് വെക്കാം. ഇപ്പോൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ നമുക്ക് 2017 നിയമം ഇതുവരെ നടപ്പിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. IMAയുമായിട്ട് ചർച്ച നടത്തി നല്ല രീതിയിൽ അവർ സഹകരിച്ചു. അതിലൊരു ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ അവിടുത്തെ സേവനങ്ങളുടെ നിരക്കുകൾ എക്സിബിറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. സുപ്രീം കോടതിയും അടുത്തിടെ ഇത് പറഞ്ഞിരുന്നില്ല. അപ്പോൾ IMAയുമായിട്ട് ചർച്ച നടത്തി, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ്റെ പ്രതിനിധികളുമായിട്ട് ഒക്കെ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു കെയോസ്ക് വെച്ചിട്ട് ഇക്കാര്യങ്ങൾ
ഡിജിറ്റലി എക്സിബിറ്റ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില നമുക്ക് ഒത്തുതീർപ്പ് അതിൽ സാധ്യമാക്കിക്കൊണ്ട് നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒരു വ്യത്യാസം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മിനിസ്റ്റർക്ക് അറിയാവുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ജനറേഷനിൽപ്പെട്ട എല്ലാവർക്കും അറിയാം. ചെറിയ ഹോസ്പിറ്റലുകൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടായിരുന്നു. വലിയ ഹോസ്പിറ്റൽ 2-3 കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ അതൊക്കെയായിരുന്നു കേരളത്തിലെ പ്രൈവറ്റ് സെഗ്മെൻറ്റിലുള്ള ആരോഗ്യരംഗത്തുള്ള അവസ്ഥ. ഇതിപ്പം നമ്മൾ പ്രൈവറ്റ് സെക്ടറിലുള്ള ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ ചെറിയ ഹോസ്പിറ്റലുകൾ, ചെറിയ നഗരങ്ങളിൽ, ചെറിയ പട്ടണങ്ങളിലുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റിന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ ഹോസ്പിറ്റലുകൾ മുഴുവൻ ശരിക്കും മൾട്ടിനാഷണൽ കമ്പനികളുടെ കൈകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം കേരളത്തിലെ പല ഹോസ്പിറ്റലുകളും ശരിക്കും കോർപ്പറേറ്റ് കമ്പനികളുടെ ഹോസ്പിറ്റലുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ, വർഷങ്ങളായിട്ടുള്ള ഹോസ്പിറ്റലുകൾ പോലും മാറിക്കൊണ്ടിരിക്കുന്നു. വെച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിന് ആരോഗ്യ രംഗത്തെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നതിൽ വലിയ റോള് വഹിച്ചിരുന്ന സ്വകാര്യ മേഖല, ചെറിയ ഹോസ്പിറ്റൽ പ്രാക്ടിക്കലി അവരില്ലാതാവുകയും സ്വകാര്യ ആശുപത്രികൾ മുഴുവനായിട്ടും ഏകദേശം കോർപ്പറേറ്റൈസേഷനിലേക്ക് പോയി കഴിയുമ്പോൾ അതൊരു വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലേ? സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് പ്രശ്നത്തെ കാണുന്നത്? വളരെ ശരിയാണ്. അതിൽ ഈ സർക്കാരിൻ്റെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിന്റെ ചർച്ചയിൽ ഇതൊരു വിഷയമായിട്ട് വന്നിരുന്നു. കാരണം ഇങ്ങനെയുള്ള ഒരു 20 ബെഡുള്ള ആശുപത്രി, അത് ശരിക്കും നമ്മുടെ ഗ്യാപ്പുകളെ ഫില്ല് ചെയ്തിരുന്ന സംവിധാനം കൂടിയാണ്. പിന്നെ സാധാരണക്കാർക്കൊന്നും ഓടി പോകാനും കഴിയും ചിലപ്പോൾ. അപ്പോൾ ആ നിലയിൽ ഈ അങ്ങനെയുള്ള ആശുപത്രികളെ സംരക്ഷിക്കേണ്ടത് കൂടി ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സർക്കാരിനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിയമത്തിൽ ഇങ്ങനെയുള്ള ആശുപത്രികൾക്ക് ഏത് തരത്തിലുള്ള ഇളവ് നൽകാൻ കഴിയും എന്നുള്ളത് അതിപ്പോൾ ചർച്ചയുടെ കൂടി അടിസ്ഥാനത്തിൽ അതൊരു ഫൈനൽ ഇതിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും ഞാനിത് രോഗികളുടെ മാത്രമല്ല, ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പി കെ ശശിധരൻ ഡോക്ടർ ഇപ്പം കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ 70+ ആയി. അപ്പോൾ അദ്ദേഹത്തോട് ഇനി ജോലിക്ക് വരേണ്ട, അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റൽ പറഞ്ഞു. പക്ഷേ വളരെ റോബസ്റ്റായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രാക്ടീഷണറാണ്. അത് സാധാരണഗതിയിൽ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു പ്രാക്ടീഷണറാണ്. അപ്പോൾ ഞാൻ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോവാണ്. പക്ഷേ അവരുടെയൊക്കെ മനസ്സിലുള്ള ഈ ആശങ്ക എന്നുള്ളത്, ഈ അവരൊക്കെ ഈ പ്രായത്തിലും ശരിക്കും ആ പ്രൊഫഷൻ്റെ മിഷൻ കൊണ്ട് നടക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വലിയൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ അവർക്ക് താല്പര്യം പോലും കാണില്ലായിരിക്കും. ആ പ്രഷറിൽ വർക്ക് ചെയ്യാൻ അവർക്ക് താല്പര്യം കാണില്ല. അപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള 1 മാൻ ക്ലിനിക്കുകൾ, അങ്ങനെയുള്ള ചെറിയ ഹോസ്പിറ്റൽസ് 15 ബെഡ് 20 ബെഡ് അത് തീർച്ചയായിട്ടും ആ നിലയിൽ തന്നെയാണ്. നമ്മളിപ്പോൾ അതിൽ ഭേദഗതി വരുത്താനൂടെ മറ്റേത് ഈ കർശനമായ അല്ലെങ്കിൽ മറ്റ് വലിയ ഹോസ്പിറ്റൽസിനുള്ള ആ വ്യവസ്ഥകളിൽ നിന്ന് ഇങ്ങനെയുള്ള ചെറിയ ഹോസ്പിറ്റലുകൾക്ക് ഇളവുകൾ നൽകണമെന്നുള്ളത് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ചർച്ചയിലും അങ്ങനെ ഒരു അഭിപ്രായം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ആരോഗ്യവകുപ്പ് നമ്മൾ തുടങ്ങുമ്പോൾ പറയുന്ന പോലെ തന്നെ 10-20 വർഷമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മളതിൻ്റെ അത് നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം, കേരളം മിനിസ്റ്റർ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ വളരെ സീരിയസ് ആയിട്ട് എപ്പിഡമിക്, ഇപ്പോൾ ഡയബറ്റീസ്, BP, ഹാർട്ട്, ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഇന്ത്യയിൽ വല്ലാതെ പ്രശ്നമുണ്ട്. കേരളത്തിൽ അതിൻ്റെ പ്രശ്നം സീരിയസ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ കണക്കനുസരിച്ച് മനുഷ്യർ 3 നേരം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയില്ല. അപ്പോൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ വല്ലാതെ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരുടെ ശരീരത്തിന് യോജിച്ച വിധത്തിലല്ലാതാകുന്നു. എന്തായാലും അൾട്ടിമേറ്റ്ലി ഈ ജനറേഷനും അടുത്ത ജനറേഷൻ ദേ ആർ ഗോയിങ് ടു സഫർ. എന്താണ് സർക്കാർ അതിനെക്കുറിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്? രോഗം വന്ന ആൾക്കാർ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് സംവിധാനങ്ങൾ നമുക്ക് ആശുപത്രികളിലുണ്ട്. പക്ഷേ ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് ഇത്രയും വലിയൊരു എപ്പിഡമിക് വന്നു കഴിയുമ്പം എങ്ങനെയാണ് നിങ്ങൾ അതിനെ പെർസീവ് ചെയ്യുന്നത്? എന്താണ് സർക്കാർ അതിനുവേണ്ടി ചെയ്യാൻ വേണ്ടി പോകുന്നത്? സമൂഹത്തിൻ്റെ രോഗാതുരത കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാന. ചികിത്സ മാത്രമല്ല, രോഗം വരാതിരിക്കുക എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളം ഡയബറ്റീസിൻ്റെ തലസ്ഥാനം എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ 4 വർഷക്കാലത്ത്, അതായത് ഈ 2ാം സർക്കാരിൻ്റെ ആർദ്ര മിഷൻ്റെ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ 10 കാര്യം നമ്മൾ ആ ലക്ഷ്യങ്ങളായിട്ട് ഏറ്റെടുത്തിരുന്നു. അതിലുൾപ്പെടുന്ന ഒന്നാണ് ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം, ക്യാൻസർ രോഗ പ്രതിരോധം, ഈ പറഞ്ഞതുപോലെ ഏകാരോഗ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, രോഗനിർമ്മാർജ്ജനം. അതായത് നമ്മളുടെ ഈ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ധാരാളം ആളുകൾ മറ്റിടങ്ങളിലേക്ക് ഇവിടേക്ക് ജോലിക്കായിട്ട് വരുന്നുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പല നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്ന് കരുതുന്ന പല രോഗങ്ങളും വീണ്ടും നമ്മുടെ ഇടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ രോഗനിർമ്മാർജ്ജനം, പിന്നെ ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ, ആദ്യം പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 10 ഗോളുകളാണ് നമ്മൾ വാസ്തവത്തിൽ സെറ്റ് ചെയ്തത്. ആ 10 ഗോളുകളുടെ അടിസ്ഥാനത്തിൽ
ഒന്ന് ഈ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത് ഈ ലോകാരോഗ്യ സംഘടന പറയുന്നതും നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതുവായ നമ്മുടെ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ 30 വയസ്സിന് മുകളിലുള്ള ഓരോരുത്തരും ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും വാർഷികാരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാകണം. പ്രമേഹമുണ്ടോ, പ്രമേഹം വരാൻ സാധ്യതയുണ്ടോ, രക്തസമ്മർദ്ദമുണ്ടോ, അതുപോലെ മറ്റ് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടോ, ക്യാൻസർ ഉണ്ടോ. ഇപ്പോൾ നമ്മൾ ക്യാൻസറിൻ്റെ ഒരു വലിയ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്ക് അത് ഞാൻ പറയാം. അപ്പം അത് ഇപ്പോൾ 3ാമത്തെ വർഷം നമ്മൾ അതിൻ്റെ സർവേ നടത്തുകയാണ്. അതിൽ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ട് വീട് വീടാനന്തരം നമ്മുടെ ആശമാർ ചെന്നിട്ട് ഈ ഡേറ്റ എടുത്ത് എന്നിട്ട് അവരിത് ക്രോഡീകരിച്ചിട്ടാണ്, അതായത് രോഗമുള്ളവർ ചികിത്സ എടുക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കണം, രോഗം വരാൻ സാധ്യതയുള്ളവർ രോഗം വരാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കണം എന്നുള്ളതാണ്. ഇതിലൊരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അതായത് നേരത്തെ ഡയബറ്റീസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ, പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈപ്പർ ടെൻഷൻ ഉള്ളവരാണ്, രക്താതി സമ്മർദ്ദം ഉള്ളവരാണ്. ഇപ്പോൾ നമ്മളുടെ പുതിയ കേസസ് വരുമ്പോഴും വലിയ രീതിയിൽ BP ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ഡയബറ്റീസിന് മുകളിലേക്ക് വരും. അതായത് ഇൻക്രീസിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ നോക്കിയാൽ, രോഗത്തിൻ്റെ റേറ്റ് ഓഫ് ഇൻക്രീസ് നോക്കിയാൽ അത് കൂടുതൽ ഹൈപ്പർ ടെൻഷനാണ്. അത് വലിയ വ്യത്യാസമുണ്ട്. എന്താ മെഡിക്കൽ എക്സ്പെർട്സ് എന്താ അതിന് കാരണമായിട്ട് പറയുന്നത്? ഒന്ന് നമ്മുടെ പ്രമേഹം എനിക്ക് കുറച്ച് എളുപ്പം മനസ്സിലാവും. കാരണം വെച്ചാൽ ഭക്ഷണത്തിന് ലൈഫ് സ്റ്റൈലിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ. BP-യിലൊന്ന് ആഹാരം ത്തിൻ്റെ ഒരു എലമെൻ്റ് അതിലുണ്ട്. 2 നമ്മുടെ ലൈഫ് സ്റ്റൈലിലുണ്ടായ മാറ്റങ്ങൾ, ജോലി, വ്യക്തി ബന്ധങ്ങളിലും അല്ലെ അങ്ങനെയൊക്കെയുള്ള സമ്മർദ്ദങ്ങളുണ്ടല്ലോ. എന്നോട് ഒരു ഡോക്ടർ പറഞ്ഞത്, നേരത്തെ നമ്മൾ 80-120 ആണ് ഐഡിയൽ എന്ന് പറഞ്ഞത്. എന്നോട് പറഞ്ഞ് 120 നമ്മൾക്ക് നോർമലായിട്ട് 130 ആണ് നോർമൽ എന്നൊരു ഡോക്ടർ, ഒരു കാർഡിയോളജിസ്റ്റ് ആണ് പറഞ്ഞത്. അങ്ങനെയാണോ? യെസ്, അത് ശരിയാണെന്നുള്ളതാണ് നമ്മുടെ ഡേറ്റ കാണിക്കുന്നത്. അതായത് ഈ വ്യക്തിക്കുള്ള സമ്മർദ്ദങ്ങൾ കൂടുന്നു എന്നുള്ളതാണ് ഒരു ലേമൻ ഇതിൽ പറയാൻ കഴിയും. കുറച്ചുകൂടി എക്സ്പേർട്സ് പറയുന്നത്, നമ്മുടെ ഇതിൽ പറയുന്നത് ഇത് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും ആഹാരം, പിന്നെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. പിന്നെ അല്ലാതെ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാനസികവുമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഇതിന് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ 3 വർഷം ആണ്, 3ാമത്തെ വർഷം തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഈ 2 വർഷത്തെ ഒരു ഡേറ്റയുടെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്യാൻസർ ക്യാമ്പയിൻ തുടങ്ങിയത്. അതായത് ഇപ്പോൾ അടുത്തിടെ ICMR-ൻ്റെ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്ത്, ലാൻസെറ്റിൽ പബ്ലിഷ് ചെയ്തായിട്ട് കാണുന്നില്ല. ICMR-ൻ്റെ ഡേറ്റ വെച്ചിട്ടൊരു പേപ്പർ പബ്ലിഷ് ചെയ്ത് അതിൽ പറയുന്നത് ലോകത്ത് 3 രാജ്യങ്ങൾ, ഒന്ന് അമേരിക്കൻ ഐക്യനാടുകൾ, ചൈന, ഇന്ത്യ. മോർട്ടാലിറ്റി നോക്കുമ്പോൾ ചൈന കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. 5 പേർക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ 3 പേർ മരണപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യ സാക്ഷരത, ആരോഗ്യ അവബോധമൊക്കെ വളരെ കൂടുതലാണ്. ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ നമുക്ക് വളരെ കൂടുതലാണ്. പക്ഷേ ഈ രോഗം വരുമ്പോൾ നമ്മൾ ഒന്ന് പരിശോധിക്കാതെ പിന്നോട്ട് നിൽക്കുകയാണ് ക്യാൻസറിൽ. അപ്പോൾ പല മിക്ക കേസുകളും നമ്മൾക്ക് കാണുന്നത് 3ാമത്തെ 4ാമത്തെ ഫേസിൽ മാത്രമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോഴേക്കും രോഗം സങ്കീർണമാകും. പലർക്കും ഭീതിയാണ്, ഭയമാണ്. ക്യാൻസർ എന്നുള്ളത് ഭയത്തോടു കൂടിയാണ് കാണുന്നത്. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. സ്ത്രീകളിൽ ഏറ്റവും കൂടുതലുള്ളത് ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പോൾ നമ്മൾ ഒരു ക്യാമ്പയിന് തുടക്കം, അതായത് ഒരു പോസിറ്റീവ് നോട്ടിലാണ്, അതായത് ആരോഗ്യം ആനന്ദം. മറ്റെന്ത് ഉണ്ടെങ്കിലും നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ, അപ്പോൾ ആരോഗ്യം ആനന്ദം എന്നുള്ള ഇതിലാണ് അർബുദത്തെ അകറ്റാമെന്നുള്ളൊരു ക്യാമ്പയിൻ നമ്മൾ ആരംഭിച്ചത്. ആദ്യത്തെ മാസം ഫെബ്രുവരി 4-ന് CM ആണ് ഉദ്ഘാടനം ചെയ്തത്. 15 ലക്ഷം സ്ത്രീകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമായി. പൊളിറ്റിക്കൽ ഡിഫറൻസസ് ഇല്ലാതെ എല്ലാ വനിതാ സംഘടനകളും ഇതിൽ പങ്കാളികളായി, യുവജന സംഘടനകളും പങ്കാളികളായി, മറ്റെല്ലാവരും പങ്കാളികളായി. ഇനിയും നമുക്ക് ഇനിയും പുരുഷന്മാരുടെ മറ്റെല്ലാവരുടെയും ട്രാൻസ് കമ്മ്യൂണിറ്റി, അങ്ങനെ ക്യാൻസർ നമ്മുടെ ലക്ഷ്യം ഇതേ ഉള്ളൂ. ഈ ഒരു ഭയം നമ്മൾ അതിജീവിച്ചിട്ട് നമ്മളൊന്ന് ടെസ്റ്റിന് വിധേയമാകണം. ഈ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഏർലി ഡിറ്റക്ഷൻ നടത്തിയാൽ, ഇപ്പോൾ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷയൊന്നും ഇല്ലെങ്കിൽ ഒരു നമ്മുടെ നിയന്ത്രണത്തിലൊക്കെ നിൽക്കുന്ന ഒരു ഇതിൽ ചികിത്സ നടക്കും. പക്ഷെ ഒരു 3rd സ്റ്റേജ് 4th സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ ചികിത്സാ ചെലവും ഇരട്ടിയാവും, നമ്മൾ റിക്കവർ ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവും. അപ്പോൾ നമ്മൾ അതിലൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെ സ്ക്രീനിങ്ങിന് വേണ്ടി നമ്മൾ സജ്ജമാക്കി. അതായത് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനും ഓറൽ ക്യാൻസർ, അതുപോലെ സർവൈക്കൽ ക്യാൻസർ, സ്ത്രീകളിൽ നമ്മൾ ആദ്യത്തെ മാസം 3 ആണ് പരിശോധിച്ചത്. ഓറൽ ക്യാൻസറും
അതുപോലെ ബ്രസ്റ്റ് ക്യാൻസറും സർവൈക്കൽ ക്യാൻസറും കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനം നൽകി. ഡോക്ടേഴ്സ് മാത്രമല്ല, നമ്മുടെ നഴ്സസ്, GPHNമാരുണ്ട്, പബ്ലിക് ഹെൽത്ത് നഴ്സസ് ഉണ്ട്, പിന്നെ നമ്മുടെ MLSPമാരുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ CM 2022 ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. അതായത് ഇപ്പം നമുക്ക് 3 ടയർ സിസ്റ്റം അല്ല, നമുക്കൊരു താഴെ തട്ടിലൊരു മറ്റൊരു ലെവൽ കൂടിയുണ്ട്. ഒരു പഞ്ചായത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം, അതിന് താഴെ പണ്ട് നമുക്ക് സബ് സെൻറ്റർ ഉണ്ടായിരുന്നു, വല്ലപ്പോഴും തുറക്കും, പൂട്ടിക്കിടക്കും, അങ്ങനെയായിരുന്നു. അത് നമ്മൾ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് മാറ്റി. ഒരു 5000-6000 പോപ്പുലേഷൻ ഉള്ളിടത്ത് ഒരു ജനകീയാരോഗ്യ കേന്ദ്രം. ആ ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ 3 ആരോഗ്യ പ്രവർത്തകരുണ്ടാവും. MLSP ഉണ്ടാകും, ഒരു GPHN ഉണ്ടാകും, ഒരു ആശയ ഉണ്ടാകും. ഒരു 14 ലാബ് ടെസ്റ്റൊക്കെ വരെ അവിടെ ചെയ്യാൻ കഴിയും. NCD മെഡിസിൻസ് അവിടെ നിന്ന് കൊടുക്കും. അപ്പോൾ ഒരു അത്രയും പോപ്പുലേഷൻ, അവിടുത്തെ വയോജനങ്ങളുടെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാം, ഗർഭിണികളുടെ കാര്യം. സ്ഥലം ഉള്ളിടത്താണെങ്കിൽ നമുക്ക് അവിടെ ഒരു വയോജന ക്ലബ്ബ് ആകാം, ഇവരുടെ ഒന്നിച്ചു കൊണ്ടുവരാം, ഗർഭിണികൾക്കുള്ള ക്ലാസ്, യോഗ, ഇതൊക്കെ അങ്ങനെയാണ് അത് വിഭാവനം ചെയ്തിട്ടുള്ളത്. പക്ഷേ സ്ഥലമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അത് വെരി ചെയ്യും. അപ്പം ഈ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിൽ വരെ തന്നെ നമുക്ക് ഈ ക്യാൻസർ ഡിറ്റക്ഷൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ആരോഗ്യ പ്രവർത്തകരെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ചു. അതായത് ക്യാൻസർ സസ്പെക്റ്റ് ചെയ്യുന്നു, നമ്മൾ എവിടെ പോയി പരിശോധിക്കും. അപ്പോൾ ഈ ക്യാൻസറിൻ്റെ സാമ്പിൾ എടുക്കാൻ കഴിയുന്ന ലാബുകൾ അതിനകത്ത് ഉൾപ്പെടുത്തി. അതിൽ പ്രൈവറ്റ് മേഖലയും കൂടെ ഉൾപ്പെടുത്തണം എന്നാണ് നമ്മൾ കാണുന്നത്. കാരണം അവർക്ക് അവിടെ പോകാൻ കഴിയുന്നവർക്ക് അവിടെയും പോകാം. അതിനുശേഷം ചികിത്സ എവിടെ എന്നുള്ള നിലയിൽ. അപ്പോൾ ആ നിലയിൽ ഒരു ക്യാൻസർ ചികിത്സാ രംഗത്തും അതിനകത്ത് കുറേ പ്രവർത്തനങ്ങളും കൂടെ ചെയ്ത് അതും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇപ്പം എനിക്ക് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ക്യാൻസർ സെന്റർ ഇപ്പോൾ കൊച്ചിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിൻ ക്യാൻസർ സെന്റർ. തലശ്ശേരി എനിക്ക് തോന്നുന്നു അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ വരുന്നതും എനിക്ക് തോന്നുന്നു ഒരു സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ക്യാൻസർ ഹോസ്പിറ്റലാണ്. ഏകദേശം 10 വർഷത്തോളം ആയെന്ന് തോന്നുന്നില്ല അതിൻ്റെ പുറത്ത്. അതിൽ കേസ് ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്ന അവിടെ പോകുമ്പോൾ കാടെല്ലാം വളർന്ന് കേസ് അന്നൊന്ന് നിലം താഴെ വീണിരുന്നു. അതിൻ്റെ കെട്ടിടം ആ കോൺട്രാക്ടറുടെ, പിന്നെ ആ കോൺട്രാക്ടർ നമ്മൾ നടപടിയെടുത്ത് പുറത്താക്കി. ഹൈക്കോടതി കേസായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ അവിടെ നമുക്കൊരു ട്രക്ക് ലൈസൻസ് ആവശ്യമുണ്ട്. അതിൽ ട്രക്ക് ലൈസൻസ് വേണമെങ്കിൽ ഫയർ NOC കിട്ടിയിട്ട് മുനിസിപ്പാലിറ്റി നമ്പർ കൊടുക്കണം. ആ നമ്പറോട് കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ടെക്നിക്കലായിട്ടുള്ള കാര്യം മാത്രം. അപ്പോൾ ട്രക്ക് ലൈസൻസ് കിട്ടിയാൽ മാത്രമേ നമുക്കവിടെ മരുന്ന് കൊടുക്കാൻ പറ്റൂ. ഈ കാലത്ത് കേരളത്തിൽ ക്യാൻസർ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാനത് പറയുന്നത് നമ്മുടെ ആളുകൾക്ക് പലപ്പോഴും അറിയില്ല. ഇപ്പോൾ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ മലബാർ ക്യാൻസർ സെൻറ്ററിലൊക്കെ ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ ലക്ഷക്കണക്കിന് രൂപയാകുന്നത് സൗജന്യമായി ചെയ്യാൻ കഴിയും, ഇൻഷുറൻസ് പരിരക്ഷയൊക്കെ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഒരു 5-6 ലക്ഷം രൂപയ്ക്കടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ റെറ്റിനോബ്ലാസ്റ്റോമ എന്നൊക്കെ ഉള്ളതിൽ, അതായത് ഉള്ളത് മികച്ച ചികിത്സ ഇന്ത്യയിൽ തന്നെ MCCയിൽ നൽകുന്നുണ്ട്. റോബോട്ടിക് ക്യാൻസർ സർജറി ആരംഭിച്ചു. ഇപ്പോൾ സർവൈക്കൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് RCC ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്തു. മറ്റേത് അത് മെക്കനൈസ്ഡ് ആണ്. ഒരു സെല്ല് പോലും, അതൊക്കെ ഒരു ക്യാൻസർ സെല്ലുണ്ടെങ്കിൽ അത് മിസ് ചെയ്തു പോകത്തില്ല. സിഡാക്കുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ അത് കേന്ദ്ര സർക്കാർ എടുത്തിട്ട് അവർ മറ്റ് സംസ്ഥാനങ്ങളിലൂടെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ല, ചിലപ്പോൾ ഏർലി സ്റ്റേജ് ആണെങ്കിൽ ചിലപ്പോൾ ചില സെൽസൊക്കെ നമുക്ക് മിസ് ചെയ്ത് പോകാം. പക്ഷേ ഇത് ഒരു സെല്ലും മിസ്സാവത്തില്ല. നമുക്ക് ആദ്യം മെച്ചപ്പെടും. ഇപ്പോൾ നമ്മൾ വയനാട്ടിലല്ല, പാലക്കാട് സർവീസ് സ്കാൻ വെച്ചിട്ട് ഗോത്രവർഗ മേഖലയിൽ ഇത് ഉണ്ടോ എന്നുള്ളത് പരിശോധനകൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ മലബാർ ക്യാൻസർ സെൻറ്ററിലാണെങ്കിൽ നമ്മളൊരു ഇന്നൊവേഷൻ ഹബ്ബ് ക്രിയേറ്റ് ചെയ്തു. അതായത് ടെക്നോളജിയും ഇതും കൂടെ ചേർത്ത്. അപ്പം അത് വാസ്തവത്തിൽ അങ്ങനെ ക്യാൻസർ ചികിത്സാ രംഗത്ത് വലിയ മുന്നേറ്റം സ്റ്റേറ്റിലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സംവിധാനങ്ങൾ വളരെ വളരെ എഫിഷ്യൻ്റായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നമ്പറുകൾ വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ ഗ്രോത്ത്, ഇപ്പം BP-യുടെ കാര്യം പറഞ്ഞ പോലത്തെ അതിൻ്റെ ഗ്രോത്ത് എന്താണ് നിങ്ങളുടെ കയ്യിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരിക്കും? ഒരു വർഷം 65,000 മുതൽ 80,000 പുതിയ കേസസ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ക്യാൻസർ ഡേറ്റ രജിസ്ട്രി ഉണ്ടാക്കി. കാരണം പ്രൈവറ്റ് മേഖലയിലൂടെ വരുന്ന കേസസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഈ കേരളത്തിൽ പല പ്രദേശങ്ങളിൽ ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇപ്പോൾ തെക്കൻ കേരളത്തിൽ സ്ത്രീകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ തൈറോയിഡ് ക്യാൻസർ. വടക്കൻ മേഖലയിലേക്ക് വരുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ അക്രോസ് സ്റ്റേറ്റ് ഉണ്ട്. രാജ്യം മുഴുവൻ അങ്ങനെ തന്നെയാണ്. എന്നാലും ചെറിയ വ്യത്യാസമാണ് പറഞ്ഞത്. ലങ് ക്യാൻസർ ഉണ്ട് വടക്കൻ കേരളത്തിൽ സ്ത്രീകൾക്ക്. അത് പാസീവ് സ്മോക്കിംഗ് ആണോ, അതിൻ്റെ
ഒരു അന്വേഷണങ്ങൾ ഗവേഷണങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ 3 മേഖലകളിലായിട്ട് തെക്കൻ കേരളം, വടക്കൻ കേരളം, മധ്യ കേരളം എന്നുള്ളത് നമ്മൾ ഈ ക്യാൻസർ ഡേറ്റ രജിസ്ട്രി അങ്ങനെയാണ് ഉള്ളത്. അതിലൊരു ഏകീകൃത സ്വഭാവം കൂടി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, സ്റ്റേറ്റിന് സിംഗിളായിട്ടുള്ള ഒരു ഡേറ്റ. അപ്പോൾ അത് വാസ്തവത്തിൽ ഈ ഇൻ്റർവെൻഷൻസിനെ കൂടി ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ 65,000 മുതൽ 80,000 വരെ പുതിയ കേസസ് ഒരു വർഷം കേരളത്തിൽ ക്യാൻസർ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് പക്ഷേ പലപ്പോഴും 3ാം 4ാമത്തെയും സ്റ്റേജാണ്. അതാണ് ഏറ്റവും പ്രശ്നമുള്ള കാര്യം. എന്ന് വെച്ചാൽ നമുക്കൊരു ഓൺ ആവറേജ് നമുക്കൊരു 4-5 ലക്ഷം ക്യാൻസർ രോഗികൾ കേരളത്തിലുണ്ടെന്ന് അസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇവരൊക്കെ പല ലെവലിലുള്ള ചികിത്സയോ ഒക്കെ ഇല്ലേ? അപ്പോൾ അവരെ കേറ്റർ ചെയ്യാൻ മാത്രമുള്ള ഫെസിലിറ്റീസ് നമുക്ക് കേരളത്തിലുണ്ടോ? ഇതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ 65, 80 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഏകദേശം 20% അവിടെ തന്നെ ഒരു വലിയ റേഞ്ച് ഉണ്ട്. അപ്പോൾ ഇത്ര ആളുകളെ നമുക്ക് കേറ്റർ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസ് നമുക്കുണ്ടോ? നമുക്ക് ഈ സർക്കാർ സംവിധാനത്തിലാണെങ്കിൽ സർക്കാർ സംവിധാനം, പ്രൈവറ്റ്, ഇപ്പോൾ MVR ക്യാൻസർ സെന്റർ ഉണ്ട്, എനിക്ക് തോന്നുന്നു റണ്ണിങ് നൈസ്ലി. അപ്പോൾ അതും കൂടെ കൂട്ടിയപ്പോൾ അമല ഉണ്ട്, എനിക്ക് തോന്നുന്നു സ്വകാര്യ ഹോസ്പിറ്റലുകളും വളരെ സീരിയസ് ആയിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള ഫെസിലിറ്റി നമുക്ക് തീർച്ചയായിട്ടും കേരളത്തിൽ ഉണ്ട്. സർക്കാർ സംവിധാനങ്ങളും സ്വകാര്യ സംവിധാനങ്ങളൂടെ ചേർക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്. സർക്കാർ സംവിധാനത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തു. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻസർ സംശയിക്കുന്നു, പരിശോധിക്കുന്നു, ക്യാൻസറാണെന്ന് കണ്ടെത്തുന്നു, റെഫർ ചെയ്യുന്നു, RCCയിലേക്ക് എത്തുന്നു. ഇവിടെ ഡോക്ടേഴ്സ് ഒരു ആദ്യത്തെ കീമോ ഒക്കെ കൊടുത്തതിന് ശേഷം പറയുന്നു യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് ടേക്ക് കീമോ ഫ്രം യുവർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവരവിടേക്ക് പോയാൽ ഇപ്പോൾ 25 ജില്ലാ ആശുപത്രികളിൽ നമ്മൾ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ അതുകൂടാതെ സാറ്റലൈറ്റ് സെൻറ്റേഴ്സ് നമ്മൾ തുടങ്ങുന്നുണ്ട്. പിന്നെ ചില ജില്ലാ ആശുപത്രികളിൽ റേഡിയേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം. അപ്പോൾ ഈ സംവിധാനങ്ങൾ വികേന്ദ്രീകരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കേരളത്തിലുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങളിലും സ്വകാര്യ ഇതിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളുണ്ട്. ഈ ശൈലി സർവേ അത് എവിടെ വരെ എത്തി? എങ്ങനെയാണ്? 2 സർവേ 2 വർഷമാണ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിൽ നമുക്കൊരു ടാർഗറ്റ് പോപ്പുലേഷനുണ്ട്. ആ ടാർഗറ്റ് പോപ്പുലേഷനെ നമുക്ക് മൊത്തത്തിൽ കവർ ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ഓരോ ഡിസ്ട്രിക്ട്സും നോക്കിയാൽ 82%. ഇപ്പോൾ കഴിഞ്ഞ ദിവസം CMൻ്റെ മേഖലാ സമ്മേളനത്തിൽ നമ്മൾ ആർദ്രത്തിൻ്റെ മുഴുവൻ അവലോകനം, ഓരോ മിഷൻ്റെ അവലോകനം നടത്തി. അപ്പോൾ പാലക്കാട് ജില്ലയിൽ എനിക്ക് തോന്നുന്നു 85% ടോട്ടലായിട്ടുള്ള ഒരു കവറേജ് ഉണ്ടായിട്ടുള്ളത്. കൊച്ചിക്ക് എത്ര ഉണ്ട്? കാരണം എന്നെ ഇതുവരെ കാണാൻ വേണ്ടി ആരും വന്നിട്ടില്ല. അത് സംഭവിക്കാം. അതിന് കാരണം അത് ഞാൻ ഉൾക്കൊള്ളുന്നു. കാരണം അത് സംഭവിക്കാം. അതിന് നഗരപ്രദേശങ്ങളിൽ നമ്മളൊരു പ്രശ്നം നേരിടുന്നുണ്ട്. നഗരപ്രദേശങ്ങളിൽ അതിൽ ഭരണപരമായിട്ടുള്ളൊരു പ്രശ്നം അതിലുള്ളത് നമുക്ക് HIമാരെ LSCയുടെ ഭാഗമാണ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ. അപ്പോൾ ആ ഒരു വിഭാഗം നമുക്ക് ആകെ അവിടെ ഉള്ളത് നമ്മുടെ ആശമാർ. പലയിടത്തും ഈ ആശമാർ പറയുന്നുണ്ട് അവർക്ക് ആക്സസിബിലിറ്റി ഇല്ല. അതായത് പലയിടങ്ങളിൽ ഇപ്പോൾ റെസിഡൻഷ്യൽ കോളനികൾ, മേഖലകൾ, ഫ്ലാറ്റുകൾ, ഇവിടെയൊക്കെ കടന്നു ചെല്ലാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല. ഒരു പഞ്ചായത്തിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് ഗേറ്റ് തുറന്ന് അവിടെ ചെന്ന് അവർക്കിപ്പോൾ കൗൺസിലർ പറയാൻ പറ്റും. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത്, ഞാനൊരു അപ്പാർട്ട്മെന്റ് താമസിക്കുന്നു, അതിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ കൗൺസിലർ താമസിക്കുന്നത്. അപ്പോൾ അതൊരു എക്സ്ക്യൂസ് അല്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് കണ്ടിരുന്നു. ഞാൻ ആദ്യ സർവേയിൽ നിന്ന് 2ാം സർവേയിലേക്ക് എത്തപ്പെട്ടപ്പോൾ ഞാൻ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാന വിഷയമായിരുന്നു ഇത്. നമുക്ക് നഗരപ്രദേശങ്ങളിൽ ഈ ഒരു ഗ്യാപ്പ് നിലനിൽക്കും. നഗരപ്രദേശങ്ങളിലെ ടാർഗറ്റ് പോപ്പുലേഷനും നമ്മുടെ അച്ചീവ്മെൻറ്റും തമ്മിൽ വ്യത്യാസം. പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ വില്ലേജസിലേക്കാണെങ്കിൽ ഈ സർവേ ഏകദേശം 100%, ഈവൻ മോർ ദാൻ ദാറ്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ 100 എന്ന് വെച്ചാൽ ഒരു ടാർഗറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ പക്ഷേ നഗരപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ ഒരു ഗ്യാപ്പ് നിലനിൽക്കുന്നുണ്ട്. അത് അഡ്രസ്സ് ചെയ്യാൻ 2nd സർവേയിൽ അവർ ശ്രമിച്ചു. ഇത് നമുക്കൊന്ന് ചെയ്യാവുന്നതാണ്. അതായത് ഓരോ കൗൺസിലറോടും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഡിവിഷനിൽ മുഴുവൻ ആളുകളും കവർ ചെയ്യപ്പെടുന്നത് കാരണം ഒന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്നതാണ്. അത് നമുക്കൊന്ന് ചെയ്യാവുന്നതാണ്. കൗൺസിലർ പറഞ്ഞാൽ ഏത് ഗേറ്റും തുറന്നു. ഈ പറഞ്ഞ പ്രാക്ടിക്കൽ പ്രോബ്ലം ഉണ്ട്. ആശമാർ വന്ന അങ്ങനെ എൻ്റെ ഡേറ്റ, കാരണം നഗരങ്ങളിലുള്ള മനുഷ്യർക്ക് അത് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. മലപ്പുറത്താണ് ഇത്തരം എല്ലാ ജനകീയ ക്യാമ്പയിനുകളും വളരെ സക്സസ് ആയിട്ട് നടക്കുന്നത്. കാരണം അവർക്കൊരു വിനയമുണ്ട്. ഒരു പ്രോഗ്രാം മനുഷ്യർക്ക് ഉപകാരമുള്ളതാണ്. ടൗണിലേക്ക് വന്നാൽ ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ള മട്ടിലുള്ള അവർക്കൊട്ടും കടന്നു ചെല്ലാൻ പറ്റുന്നില്ല. നമുക്ക് ഈ പകർച്ചവ്യാധി പ്രതിരോധത്തിലും അത് വലിയ രീതിയിൽ നമ്മളെ ഇത് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു കടന്നു ചെല്ലാൻ കഴിയാത്തൊരു വിഷയം ഇൻഫർമേഷൻ സർഫീറ്റ്, കൂടുതൽ ഇൻഫർമേഷൻ ഞങ്ങൾക്കറിയാം. അതാണോ കാണുന്നത്? ഞങ്ങൾക്കറിയാം. ഓരോരുത്തടത്തും വ്യത്യസ്തമാണ്. ചിലപ്പോൾ സ്വകാര്യത ഉണ്ടാകും, ചിലപ്പോൾ ആ ഒരു സമയം
ചിലപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ എല്ലാവരും ഓഫീസ് ജോലിയൊക്കെ ഉള്ളവരല്ലേ, ആ സമയത്ത് അവിടെ ആളുകൾ ഉണ്ടാകണം എന്നില്ല. അപ്പോൾ അങ്ങനെ പല വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ അതിലുണ്ട്. സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, അപ്പോഴപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരിക. സബ്സ്റ്റാൻറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാറില്ല. അതുകൊണ്ട് ഞാൻ എന്നെ സംബന്ധിച്ചുള്ള ആരോഗ്യമന്ത്രിയോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. ഇനി ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, അത് ആശാവർക്കർമാരുടെ സമരമാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്ത ഒരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ ആശാവർക്കർമാർ നടത്തിയ സമരത്തിൻ്റെ ചർച്ചകളുടെ ഭാഗമായിട്ട് ഇപ്പോൾ അവരുടെ കണ്ടീഷൻസ് നിങ്ങൾ ഒഴിവാക്കി കൊടുത്തു ഇല്ല. ഇപ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവും ഓണറേറിയവും കണ്ടീഷൻസിൻ്റെ പുറത്തല്ലാതെ അവർക്ക് പൈസ കിട്ടുന്ന ഒരവസ്ഥയുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ അതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ അനുസരിച്ച് അവർ വോളണ്ടിയേഴ്സായിട്ട് തുടരുമെങ്കിലും ഡീഫാക്റ്റോ അവരിപ്പോൾ ഏകദേശം നിങ്ങളുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വർക്ക് ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. എന്തായിരിക്കും അവരുടെ നിങ്ങൾ ഈ പ്ലാൻ ചെയ്യുന്ന, കേരളത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഈ ആരോഗ്യ സംവിധാനത്തിൽ അവരുടെ റോൾ എന്തായിരിക്കും ഇനി അങ്ങോട്ട്? ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ കാണുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അവർക്ക് ഏകദേശം ഫിക്സഡ് ആയിട്ട് റെമ്യൂണറേഷൻ കിട്ടുന്ന കൃത്യമായ ജോലി ഉള്ള മനുഷ്യരായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെ എങ്ങനെയായിരിക്കും ഇനി നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്? കാരണം എന്താ, വെറും കേന്ദ്ര സർക്കാരിൻ്റെ സ്കീം അനുസരിച്ചുള്ള വെറും വോളണ്ടിയറിൻ്റെ അപ്പുറത്തേക്ക് നിയമപ്രകാരം അല്ലായിരിക്കും, പക്ഷെ പ്രാക്ടിക്കലി അങ്ങനെ വന്നിട്ടുണ്ട്. എങ്ങനെയായിരിക്കും അവരെ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്, ഇനി എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പോകുന്നത്? കേരളത്തിൽ 26,125 ആശമാരാണ് ഉള്ളത്. ഈ പറഞ്ഞതുപോലെ 2005, 2006 കാലയളവിലാണ് ഈ പദ്ധതി കേന്ദ്രം ആവിഷ്കരിക്കുന്നത്. അപ്പോൾ അതിൽ ഉള്ള ഒരു ക്ലോസ് ആണ് വുമൺ വോളണ്ടിയർ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ അതിൽ കുറേയേറെ മറ്റു കാര്യങ്ങൾ കൂടി അതിലുണ്ട്. അതായത് അവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാം, അവർ ഒരു വാർഡിൽ തന്നെ ആയിരിക്കണം താമസിക്കുന്നത്. കാരണം നടന്നു പോകാവുന്ന ദൂരത്തിലായിരിക്കണം അവർ. മറ്റൊരു വാർഡിലുള്ളവർക്ക് ഇപ്പുറത്തെ വാർഡിൽ ആശയാകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ നിലയിലുള്ള ആദ്യം സന്നദ്ധ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു ആനുകൂല്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മുടെ 2006, 2011 കാലയളവിൽ അന്നത്തെ ഇടതുപക്ഷ സർക്കാരാണ്, അന്ന് ശ്രീമതി ടീച്ചറാണ് ആരോഗ്യമന്ത്രി, അന്ന് ഫെസ്റ്റിവൽ അലവൻസ് കൊടുക്കാനായിട്ട് തുടങ്ങി. ഫെസ്റ്റിവൽ അലവൻസ് കൊടുത്തു. പിന്നീട് 2011 300 രൂപ ഓണററിയും കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അന്നും അവർ ഇൻസെൻറ്റീവ്സ് ആണ് കൊടുക്കുന്നത് കേന്ദ്രം. ആ ഇൻസെൻറ്റീവ്സ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 60-40 കേന്ദ്രം 60, നമ്മൾ 40. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 90-10 ഉണ്ട്. അപ്പോൾ ഓരോ യൂണിയൻ ടെറിട്ടറികളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ 60-10 എന്നുള്ള നിലയിൽ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നു. ആ ഓണററി 300 രൂപ എന്നുള്ളത് അന്ന് തീരുമാനിക്കപ്പെട്ടു. പിന്നീട് UDF അധികാരത്തിൽ വന്നു. 2013 വാസ്തവത്തിൽ അവർക്ക് പിന്നീട് 500 രൂപ കൊടുക്കുന്നത്. പിന്നീടുള്ള ഇൻക്രീസ് അറിയാം, 100 രൂപ വെച്ച് കൂടി, പിന്നെ 1000 രൂപയായി. 2016 1000 രൂപ എന്നുള്ളത് പിന്നീട് ഇടതുപക്ഷ സർക്കാർ അത് കൂട്ടാനായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ ഓണറേറിയമാണ് 7000 രൂപ. പക്ഷേ അതിലൊരു മാധ്യമങ്ങളിൽ, ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നെങ്കിലും ആകെ 7000 എന്നുള്ള നിലയിലേക്ക് പറഞ്ഞു. 7000 രൂപയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 242 രൂപയല്ലേ ഒരു ദിവസമുള്ളൂ എന്നുള്ള നിലയിൽ പറഞ്ഞിരുന്നു. 232 രൂപ. അതിൽ ഓണറേറിയം പ്ലസ് ഇൻസെൻറ്റീവാണ്. ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് ഉണ്ട് 3000 രൂപ. അപ്പോൾ 10000 രൂപ പ്ലസ് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഇൻസെൻറ്റീവ്. ഇപ്പോൾ ഒരു പോളിയോ വാക്സിൻ ഒരു കുട്ടി എടുക്കുന്നു എന്നുള്ളത്, ഒരു ആൻറ്റിനീറ്റൽ കേസിന് കിട്ടുന്നത് 500 രൂപയാണ്. അപ്പോൾ അത് ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കുക. അത് വാക്സിൻ എടുത്തു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുക. ആൻറ്റിനീറ്റൽ കേസ് ഡോക്ടറെ കാണുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇൻസെൻറ്റീവ്സ് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പൊതുവിലൊരു കണക്കെടുത്തപ്പോൾ അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, ഒരു 90% ആളുകൾക്ക് 10,000-നും 13,000-നും 10,000 ഉറപ്പാണ്. പ്ലസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ 13,500, 14,000 കിട്ടുന്ന ആശമാരുണ്ട്. പിന്നെ അതുകൂടാതെ ആയുഷിൻ്റെ 1000 രൂപ ഉണ്ട്. അത് 650 പഞ്ചായത്തുകളിൽ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ അങ്ങനെ കിട്ടുന്ന ആശമാരും ഉണ്ട്. അപ്പോൾ ആശമാരെ സംബന്ധിച്ചിടത്തോളം കേരളം നമ്മൾ കാണുന്നത് നമ്മുടെ ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കാലോചിതമായ പരിഷ്കാരം വരുത്തണം എന്ന് തന്നെയാണ്
അതിലുള്ളത്. ഇങ്ങനെയുള്ള സ്കീം വർക്കേഴ്സിന്, ആശമാരാകട്ടെ, അങ്കണവാടി പ്രവർത്തകരാകട്ടെ, അവർക്ക് കാലോചിതമായ വർധനവുണ്ടാകണം എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനിയാണെങ്കിലും ധനവകുപ്പുമായിട്ടുള്ള ചർച്ചയിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയും അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള സർക്കാരിൻ്റെ നിലപാട്. അടുത്തൊരു വിഷയം, ഇപ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ പൊതുജനാരോഗ്യ സംവിധാനത്തിലുള്ള. ഇതിൻ്റെ ഈ റെമ്യൂണറേഷൻ്റെ പ്രശ്നത്തിലേക്ക് മിനിസ്റ്ററായിട്ട് ഒരു തർക്കത്തിന് ഞാനില്ല. കാരണം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന് ലിമിറ്റേഷൻ ഉണ്ട്. കഴിയുന്നിടത്തോളം നിങ്ങളത് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ കണക്കുകൾ മുഴുവൻ ഞാനും നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 232 എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു ലാർജർ വിഷുവിനെ ഭയങ്കരമായി ലളിതവൽക്കരിച്ച് മനുഷ്യരെ അതൊരു കേരളം പോലൊരു സൊസൈറ്റി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ജോലി ചെയ്യുന്ന മനുഷ്യർക്ക് കൂലി കിട്ടണം, അവർക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റണം എന്നുള്ളത് ഒരു വസ്തുത. പക്ഷെ നമുക്കത് ശൂന്യതയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. ആ കാര്യത്തിലെങ്കിലും ചിലപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് നിന്ന് ചിന്തിക്കാൻ വഴി നിൽക്കുന്ന എനിക്കും നിർബന്ധമില്ല. കാരണം വസ്തുതകൾ അതായിരിക്കെ. അതവിടെ ഇരിക്കപ്പോൾ തന്നെ നിങ്ങൾ എന്താണ് ഇവരെ, ഇപ്പം മിനിസ്റ്റർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ തന്നെ നമ്മുടെ സർക്കാർ തന്നെ പ്ലാൻ ചെയ്യുന്ന പല പരിപാടികളിലും നമുക്ക് ഏറ്റവും ഗ്രൗണ്ട് ലെവൽ അവയർനെസ്സിൻ്റെ ആവശ്യം വേണ്ടി വരും. എങ്ങനെ ഇവരെ ഉപയോഗിക്കപ്പെടാൻ പറ്റും? ഇവരിങ്ങനെ തന്നെ തുടരുന്ന ഒരു വോളണ്ടിയർ, ഞാനതിൻ്റെ നിയമപരമായ കാര്യങ്ങളിലേക്കല്ല പോകുന്നത്. നമ്മൾ എങ്ങനെയായിരിക്കും ഇവരെ ഉപയോഗിക്കാൻ വേണ്ടി പോകുക? ഇവരുടെ സെലക്ഷനിലോ ഇവരുടെ ട്രെയിനിങ്ങിലോ ഒക്കെ എന്തെങ്കിലും വ്യത്യാസം വരുത്താനുള്ള സാധ്യതയാണ്? സെലക്ഷന് കേന്ദ്ര ഗൈഡ് ലൈൻ ഉണ്ട്. അതായത് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും അങ്ങനെയാണ്. അതിന് അവരുടെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. ട്രെയിനിങ് നമ്മളൊരു കണ്ടിന്യൂസ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതയിലൊക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടോ? ആദ്യം 7ാം ക്ലാസ് ആയിരുന്നു, പിന്നെ 8ാം ക്ലാസ് ആയി. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താ വെച്ചാൽ നമ്മുടെ സാക്ഷരതാ മിഷനിൽ നമ്മുടെ ആശമാരെ ചേർത്തു. അതിലൊരു 750 പേര് 10ാം ക്ലാസ് പാസ്സായി. അതിനുശേഷം 12 പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അവർ 12 ഇപ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിൽ കൂടുതൽ അവർക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നിലയിൽ നമ്മുടെ ആശമാരെ ഇത് നമ്മൾ കാണുന്നത് വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരു ശാക്തീകരണ പ്രവർത്തനം കൂടിയാണ്. സ്ത്രീകൾക്കിടയിലുള്ള 26,125 വനിതകൾ എന്ന് പറയുമ്പോൾ വാസ്തവത്തിലൊരു നല്ല സമൂഹമാണ്. അപ്പോൾ അവർക്ക് ഇനിയും തുടർ പഠനങ്ങൾ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും സിസ്റ്റം സപ്പോർട്ട് ചെയ്യും. സ്റ്റേറ്റ് ഹെൽത്ത് മിഷനാണ് ഇവരുടെ സാക്ഷരതാ മിഷനിലേക്കുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അതിനുശേഷമുള്ള തുടർ വിദ്യാഭ്യാസവും അവർ തന്നെയാണ് ചെയ്യുന്നത്. അതിന് തുടർച്ചയായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ട്രെയിനിങ് ഒക്കെ ഇവരുടെ മൊഡ്യൂളിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 10ാമത്തെ മൊഡ്യൂൾ എന്തോ ആണ് അത് നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ അടുത്ത് പോയി കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണിത്. അതായത് ഈ ആശമാർക്ക് ഇപ്പോൾ അപ്പം ഇതിലൊരു കാര്യം കൂടിയുണ്ട്. അതായത് നമുക്ക് ഈ നാഷണൽ ഗൈഡ് ലൈൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പറഞ്ഞ സർവേ കേന്ദ്ര ഗൈഡ് ലൈനിലുണ്ട്. അതിനകത്തൊരു പ്രാക്ടിക്കൽ പ്രോബ്ലം ഉണ്ട്. കാരണം കേരളത്തിൽ ഇപ്പോൾ ഒരു പെൺകുട്ടി ഗർഭിണിയായ ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവർ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് വളരെ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. അത് സത്യത്തിൽ ഒരു ആശയുടെ ഒരു പ്രോംപ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പം പക്ഷേ ഇങ്ങനെ ഒരാൾ നമുക്ക് അവിടെ വേണം താനും. അപ്പോൾ അവരുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മുടെ റിക്വയർമെൻറ്റിലേക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്യാൻസർ സ്ക്രീനിങ്ങിലേക്ക് പോകുമ്പോൾ അതിൽ എത്ര സീനിയർ ലെവലിലല്ല എനിക്ക് തോന്നുന്നത്, അത് അത്തരം പ്രോസസ്സുകളിൽ കൂടി ഇവരെ ഭാഗമാക്കാൻ പറ്റിയല്ലേ? ഇപ്പോൾ നമ്മളൊരു വിഭാഗം ആശമാർക്ക് ഈ ആൻറ്റിനേറ്റൽ കേസസിലെ ഹൈ റിസ്ക് കാറ്റഗറിയിലെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു 1.5 മാസം മുൻപാണ് നമ്മൾ ആ ട്രെയിനിങ് നടത്തിയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അപ്പോൾ അങ്ങനെയുള്ള ചില മേഖലകളുണ്ടല്ലോ, ആളുകൾക്ക് പെട്ടെന്ന് എത്തപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ഗോത്രവർഗ മേഖലകളിലൊക്കെ അവിടെയൊക്കെ നമുക്ക് ഊരിൽ ആശമാരുണ്ട്. അവർക്കൊക്കെ നമ്മൾ ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി ഉണ്ടെങ്കിൽ അതെന്താണ് നമ്മൾ ചെയ്യുക, എങ്ങനെയാണ് പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ എന്ത് ചെയ്യാനായിട്ട് കഴിയും, ഹൈ റിസ്ക് പ്രഗ്നൻസി ആണോ എന്നുള്ളത് എങ്ങനെയാണ്. കാരണം ഈ പല ഊരുകളിലും അവിടെ തന്നെ നമുക്ക് ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ, ഇപ്പോൾ അട്ടപ്പാടിയിൽ 28 ജനകീയാരോഗ്യ കേന്ദ്രങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ തുടങ്ങിയത്. നമ്മുടെ അട്ടപ്പാടിയിൽ കോട്ടത്തറ താലൂക്ക് ആശുപത്രിയുണ്ട്, നമ്മുടെ അഗളിയിൽ ഉണ്ട്, അതുകൂടാതെ പഞ്ചായത്തുകളിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ വനത്തിനുള്ളിൽ നമ്മൾ ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 28 ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വെയിങ് മെഷീനുണ്ട്, ഇവരുടെ അത്യാവശ്യം പരിശോധനകളൊക്കെ നടത്താനായിട്ട് കഴിയും. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ല ഗർഭിണി ആയിട്ടുള്ള വ്യക്തി, ആദ്യത്തെ ഒരു 2 ആഴ്ചത്തെ ഇടയിലുള്ളൊരു പരിശോധനയിൽ ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫൈനൽ
എന്താണ് അവസാന മാസങ്ങളിലാണല്ലോ അങ്ങനെ ഫാസ്റ്റായിട്ട് ഗെയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതിനും ഇടപെടുന്നതിനും ഇത് പ്രശ്നമാണെന്നോ ഇത് ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെന്നുള്ളതൊക്കെ അറിയുന്നതിനുള്ള ട്രെയിനിങ് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളത് തീർച്ചയായിട്ടും അത് പരിശോധിക്കുന്നുണ്ട്. കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് കണ്ടപ്പോഴും ഈ വോളണ്ടിയേഴ്സ് എന്നുള്ള നിലയിൽ നിന്ന് ഇവരെ മാറ്റി ഇപ്പോൾ ഇവർക്ക് ഭാഗികമായിട്ട് ആണ് ഇവരുടെ പാർട്ട് ടൈം ജോലി ചെയ്യാൻ കഴിയും. പിന്നെ ഇവർക്കൊരു അറ്റൻഡൻസ് ഇല്ല, ഈ ഒരു നിയമന ഓർഡർ ഇല്ല. അപ്പം അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് അല്ല, അത് നാഷണൽ ഇതിലേ ഇല്ല. ഇവർക്കൊരു അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുക്കുന്നില്ല, ഏതെങ്കിലും ദിവസം ഒരു അറ്റൻഡൻസ് എവിടെയും മാർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പക്ഷേ ഇവരുടെ കറക്റ്റ് ഉണ്ടാവും, അതുണ്ടാവും. അതപ്പം പിന്നുള്ളത് ഇവരുടെ ഈ നിലയിൽ ഇവർ റിപ്പോർട്ടിംഗ് സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ അങ്ങനെ ചില മാറ്റങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ സമരം നിങ്ങൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? അതിൻ്റെ സർക്കാരിൻ്റെ നിലപാടുകൾ വന്നിട്ടുണ്ട്, പക്ഷേ ഒരു കൂട്ടം സ്ത്രീകൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മളുടെ റീസെൻ്റ് ആയിട്ടുള്ള കണക്ക് എനിക്കറിയില്ല, ഒരു മാസം മുമ്പുള്ളൊരു കണക്കാണെങ്കിൽ ഈ 26,225 39 പേരാണ് സമരത്തിലായിട്ട് ഉള്ളതായിട്ട് കണ്ടത്. ഒരാളാണെങ്കിലും അത് സർക്കാരിനെ സംബന്ധിച്ച് അത് തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ടതാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സർക്കാർ അങ്ങനെയാണ് കാണുന്നത്. ഒരാളാണ് അവിടെ സമരം ചെയ്യുന്നതെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു പൊതുവായി ട്രേഡ് യൂണിയനുകളുടെ ചർച്ചയിൽ ഒരു കമ്മിറ്റി വെക്കാൻ തീരുമാനിച്ചു. കമ്മിറ്റി ഇതെല്ലാം ഒന്ന് പരിശോധിക്കട്ടെ, എങ്ങനെയാണ് ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യങ്ങളെല്ലാം നമുക്ക് സമഗ്രമായിട്ട് എങ്ങനെയാണ് അതൊന്ന് അതിന് പറ്റുമോ, ഇവരുടെ ഈ ആവശ്യങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ നമുക്കൊരു സ്റ്റേറ്റിന് സാധ്യമായിട്ടുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും കാര്യങ്ങളിൽ അതിൽ മാറ്റങ്ങൾ വരണോ, അതും നമ്മൾ തുറന്ന മനസ്സോടെ തന്നെ ആ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് കൂടി വരട്ടെ. എപ്പോഴത്തേക്ക് വരാൻ സാധ്യതയുള്ളത്? കമ്മിറ്റിയുടേത് 3 മാസമാണ് നമ്മൾ പറഞ്ഞത്. IAS ഓഫീസർ ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ്. ഇപ്പം കേരളത്തിൽ നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ പേപ്പട്ടി വിഷബാധയുമായി ബന്ധപ്പെട്ട മരണങ്ങൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നുള്ളത്. സർക്കാരിൻ്റെ പലതരത്തിലുള്ള എക്സ്ക്യൂസുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് എക്സ്ക്യൂസ് എന്നുള്ളതിൽ ചിലപ്പോൾ അത് റീസൺ തന്നെയായിരിക്കും. പക്ഷേ നമുക്ക് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന നിലയ്ക്ക് നമുക്കിത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതിനകത്ത് വളരെ കോംപ്ലിക്കേറ്റഡ്. ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ കടി നെർവ് സെൻറ്ററിൽ എവിടെയാണ് എങ്കിൽ റിസ്ക് ഉണ്ട് എന്നുള്ളൊരവസ്ഥയുണ്ട്. മൾട്ടിപ്പിൾ ലെവലിൽ ഇത് ഹാൻഡിൽ ചെയ്യുക. ഞാനത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ട് സംസാരിച്ചപ്പം അതെനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. നായ്ക്കളെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമ സംവിധാനം അനുവദിക്കുന്നേ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അതിൽ വലിയ വ്യത്യാസം വരാതിരിക്കുമ്പോൾ നമുക്ക് മെഡിക്കലി എന്ത് ഇൻ്റർവെൻഷനാണ് പോസിബിൾ? ഈ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് നമുക്ക് അൺആക്സെപ്റ്റബിളാണ്. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ വളരെ വേദനിപ്പിക്കുന്നതാണ്. എങ്ങനെയാണത് ഒരു ഇപ്പോൾ സമീപകാലത്തെ ചില സംഭവങ്ങളൊക്കെ ആ കുഞ്ഞുങ്ങളുടെ മുഖം അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഈ ചോദിച്ച കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് നിയമം ഇതിനനുവദിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്നത് വാക്സിൻ്റെ എണ്ണം കൂട്ടുകയാണ്. ഇപ്പോൾ 2016 4 കോടിയോ 3.5 കോടി രൂപയുടെ വാക്സിനാണ് നമ്മൾ വാങ്ങിച്ചിരുന്നത്. ഇപ്പോൾ 28 കോടി രൂപയുടെ വാക്സിൻ വാങ്ങിച്ചിട്ടും ഓരോ വർഷവും നമുക്ക് വീണ്ടും നമ്മൾ അഡീഷണൽ ഫണ്ട് വെച്ചിട്ട് അഡീഷണലായിട്ട് വാങ്ങിക്കുകയാണ്. അപ്പോൾ എത്ര ടൈംസ് ആണ് അതിൽ വർധന പറഞ്ഞാൽ അപ്പോൾ അത്രയും റിക്വയർമെൻറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അത്രയും കുട്ടികൾക്ക് അത്രയും മനുഷ്യർക്ക് പട്ടികടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതായത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കണക്ക്, ഏപ്രിലിലേത് മെയ് 5 വന്നിട്ടുണ്ട്. ഞാൻ ആ കണക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നോക്കിയിട്ടില്ല. ഒരു മാസത്തെ നെക്സ്റ്റ് മന്ത് 5 മുമ്പാണ് വരുന്നത്. മെയ് വരെ 2,80,000 ബൈറ്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ. അതായത് ഡോഗ് ബൈറ്റ്, ക്യാറ്റ് ബൈറ്റ്, പിന്നെ ഈ ഫോക്സ് ഉണ്ടല്ലോ, കുറുനരികളുടെ ബൈറ്റും ഉണ്ട്. അപ്പോൾ ഈ പാലോട് വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഒരു ഗവേഷണ വിഭാഗം നടത്തിയൊരു പഠനത്തിൽ കണ്ടത് ഈ ഫോക്സിലൊക്കെ വൈറൽ ലോഡ് വലിയ രീതിയിൽ കൂടുന്നുണ്ട്. പിന്നെ ഈ നായ്ക്കളുടെ ഈ ഒരു സ്വഭാവത്തിലും
വലിയ രീതിയിൽ മാറ്റമുള്ളത് ഈ ഒരു വൈറൽ ലോഡിലുള്ള മാറ്റം കൊണ്ടാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ 2,89,000 എന്താണ് ബൈറ്റാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ അത്രയും പേർക്ക് വാക്സിൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഡേറ്റ ക്യാപ്ചർ ചെയ്യുന്നത് നമ്മുടെ അടുത്തെത്തുന്നവരുടെ എണ്ണത്തിൽ നിന്ന് ആരോഗ്യവകുപ്പ് ക്യാപ്ചർ ചെയ്യുന്നത്. അതായത് ഇത്രയും പേർക്ക് നമ്മൾ സീറോ അതിനൊരു ഇതുണ്ടല്ലോ, ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ അത്രയും അത്രയും ഡോസസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 0.1 ml എന്നുള്ള നിലയിൽ വാക്സിൻ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേ കാലയളവിലെ വയൽ പരിശോധിച്ചാൽ വാക്സിൻ്റേത് 1,69,000 വയലാണ്. ഒരു വയൽ പരമാവധി 5 പേർക്ക് വരെ കൊടുക്കാം. നമ്മളത് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചാൽ ഒരാൾക്ക് എടുത്തു അന്ന് തന്നെ എടുക്കുവാണെങ്കിൽ മറ്റൊരാൾക്ക് എടുക്കാം. എങ്ങനെയായാലും ഒരു വയൽ ഓപ്പൺ ചെയ്താൽ 2-3 പേർക്ക്, മാക്സിമം 5 പേർക്ക് വരെ അതിൻ്റെ ഇതനുസരിച്ച് ക്വാണ്ടിറ്റി അനുസരിച്ച് ആവും. അപ്പം 1,69,000 വയൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2022 സമാനമായിട്ടുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് വലിയ രീതിയിൽ വാക്സിനെതിരെ ഒരു വാക്സിൻ്റെ എഫിക്കസിയൊക്കെ ചോദ്യം ചെയ്തിരുന്നു. ശരിക്കും വാക്സിൻ നമ്മൾ വാങ്ങിക്കുന്നത്, വാക്സിനാണെങ്കിലും ഇമ്മ്യൂണോഗ്ലോബുലിനാണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കസോളിയിലുള്ള സെൻട്രൽ ഡ്രഗ്സ് ലാബിൽ പരിശോധിച്ച ബാച്ചുകൾ മാത്രമേ നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നുള്ളൂ. അതായത് ഇപ്പോൾ നമുക്ക് വാക്സിൻ തീർന്നു എന്ന് വിചാരിക്കാം, അടുത്ത ബാച്ച് വരണമെങ്കിൽ ആ ബാച്ച് സാമ്പിൾ അവിടെ സർട്ടിഫൈ ചെയ്തിട്ട് മാത്രമേ, അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അവർ കേന്ദ്രം സർട്ടിഫൈ ചെയ്തതാണ് വരുന്നത്. ഇല്ല, ആ ചർച്ചയ്ക്ക് ഞാനില്ല. കാരണം അത് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് വാക്സിൻ്റെ എഫിഷ്യൻസിയെക്കുറിച്ച് ചർച്ചയ്ക്ക് ഞാനില്ല. അൺലെസ് പ്രൂവ്ഡ്. അങ്ങനെയല്ല നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഇതിലൊരു പ്രശ്നമുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതല്ലെങ്കിൽ ഏതെങ്കിലും നിയമപരമായ വീഴ്ചയുണ്ട്. അമ്മ അതിലുള്ള ചർച്ചയിലേക്ക് പോകുന്നതാണ് ഒരു സത്യത്തിൽ ഒരു പത്രപ്രവർത്തകൻ നിലയ്ക്ക് എന്നെ ഭയങ്കര നിരാശപ്പെടുത്തുന്ന കാര്യം. വളരെ ഓബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലല്ല നമ്മൾ ചർച്ച ചെയ്യട്ടെ. അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത്. അതെ, ഈ ഒരു സംശയം ചിലർക്കെങ്കിലും ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ. അത് മനുഷ്യരെ മണ്ടന്മാരാക്കുന്ന ചർച്ചയാണ്. ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് അങ്ങനെയൊന്നും അല്ല. ഒരു രാജ്യത്തെയും ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും ഒക്കെ ആണെങ്കിലും ഈ കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ആരും നടത്തായിട്ട് നമുക്കറിയില്ല. അതല്ലെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്റ്റൻസസ് വേണം. ഇതിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ട് എയറിലേക്കുള്ള ആരോപണങ്ങൾക്ക്. കാരണം അത് നമ്മുടെ ചർച്ചയെ വല്ലാതെ ക്ലൗഡ് ചെയ്ത് കളയുന്നു, മാറ്റിപ്പോകുന്നു എന്നുള്ളത്. ഇതിൽ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇനിയും അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിലെ പ്രശ്നമാണോ എന്നുള്ള ചില സംശയങ്ങൾ ഉയർന്നല്ലോ. അപ്പോൾ ഈ വാക്സിൻ എടുത്ത ഇടങ്ങളിൽ ഇതേ ഹെൽത്ത് വർക്കേഴ്സ് എടുത്തിട്ടുള്ളവരിലെ ആൻറ്റിബോഡി പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഡെത്തായിട്ടുള്ള കേസുകളിൽ ആൻറ്റിബോഡി പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പേർട്ട് കമ്മിറ്റി ഇന്ത്യയിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ഇതിലുള്ള ഡോക്ടറൊക്കെ ഉൾപ്പെടെ ഉള്ളതായിരുന്നു. നമ്മുടെ നിംഹാൻസിലെ ഡോക്ടർ ഒക്കെ ഉൾപ്പെട്ട കമ്മിറ്റിയായിരുന്നു. അവർ കേരളത്തിൽ പല കേന്ദ്രങ്ങളിൽ നിന്ന്, നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഈ സാമ്പിൾ എടുത്ത്, മനുഷ്യരിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചപ്പം എല്ലാവരിലും ആൻറ്റിബോഡി ഉണ്ട്. നമ്മുടെ സിസ്റ്റത്തിലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ഒരു ഡോക്ടർ, പാരിപ്പള്ളിയിൽ കമ്മ്യൂണിറ്റി മെഡിസിനിലാണ് ഡോക്ടർ ഉള്ളത്. ഡോക്ടർ നടത്തി, അതായത് 5 വർഷത്തിനിടയിൽ വാക്സിൻ എടുത്തവരിൽ എത്രത്തോളം ഉണ്ട്, 100% ആൻറ്റിബോഡി ഇതുള്ളത്. അതായത് വേണ്ട നിലയിൽ തന്നെ 20 വർഷത്തെ എടുത്തു കേരളത്തിൽ. നേരത്തെ പറഞ്ഞ എത്രയോ വലിയ ദീർഘകാല ചരിത്രം കേരളത്തിനുണ്ട് വാക്സിനേഷനിൽ. 93% ഉണ്ട്. അത് അത്രയും വേണ്ട ശരിക്കും. പക്ഷേ അപ്പോൾ ആ നിലയിൽ നമുക്ക് അത് വാക്സിൻ എഫിഷ്യൻസി, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ എഫിഷ്യൻസിയാണ്. അതെ, അതാണ്. അപ്പം ഇനി നമ്മളിപ്പോൾ പരിഗണിക്കുന്ന ഒരു കാര്യം, ഈ കുഞ്ഞുങ്ങളിൽ പ്രൊഫൈലാക്സിസ് ആയിട്ട് എടുക്കുക. അതായത് ഒരു ബൈറ്റ് ഉണ്ടായിട്ടല്ല, ആവശ്യമുള്ളവർക്ക് നേരത്തെ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ നിലയിലേക്കൊരു വാക്സിൻ പോളിസി ഇപ്പം ഹൈ റിസ്ക് ആയിട്ടുള്ളവർ ചെയ്യുന്നുണ്ട്. ഇപ്പം ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാ പേരൻസും ചിലപ്പോൾ അതിന് വില്ലിങ് ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ എടുക്കുന്നുള്ള നിലയിലേക്ക് അത് മാറ്റാൻ കഴിയുമോ എന്നുള്ളത് ആരോഗ്യ എവിടെയെങ്കിലും ഒരു നെഗ്ലിജൻസ് ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. പേരൻസ് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടത്, ഒരു കുട്ടിയെ ചെന്ന് കഴിഞ്ഞപ്പം 2 ദിവസത്തിന് ശേഷം വരാൻ വേണ്ടി പറഞ്ഞു എന്ന് ഒരു പേരൻ്റ് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു. അവർ ഇപ്പം ഇത് കഴുകുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 2 ദിവസത്തിന് ശേഷമാണ് വാക്സിൻ കൊടുക്കുന്ന ഒരു പേരൻ്റ് പറയുന്നൊരു വാർത്ത ഞാൻ കണ്ടു. ഞാനത് മുഴുവനായിട്ട് വിശ്വസിച്ചിട്ടല്ല പറയുന്നത്. അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് കേരളത്തിൽ. ഒരു ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു വിഷയം എൻ്റെ മുന്നിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരു പേരൻ്റ് പറഞ്ഞതായിട്ട് ഞാനൊരു വാർത്ത കണ്ടു. പക്ഷെ കാരണം വാക്സിൻ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കണം. കാരണം ഈ
തന്നെ സോപ്പിലും വെള്ളത്തിലും കഴുകുക എന്നുള്ളത് ഇത് അങ്ങനെയുള്ളൊരു വൈറസാണ്. സോപ്പ് പക്ഷേ സംഭവിക്കുന്നത് വെച്ചാൽ ആ മുറിവ് ചിലപ്പോൾ നെർവ് ഇതുണ്ടാവും. നമുക്ക് മുതിർന്നവർക്ക് തന്നെ സോപ്പ് ഇട്ടിട്ട് കഴുകാനും പേടിയുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് താലൂക്ക് ഹോസ്പിറ്റലും ഒക്കെ തന്നെ ഈ കഴുകാനുള്ള സംവിധാനങ്ങളൊക്കെ വേണമെന്ന് പറയുന്നത്. പക്ഷേ ഇത് എൻ്റെ ശ്രദ്ധയിലും വന്നിട്ടില്ല അങ്ങനെ. പക്ഷേ ഒരു ആരോഗ്യ പ്രവർത്തകരും അങ്ങനെ പറയില്ല. കാരണം എത്രയും പെട്ടെന്ന് കഴുകണം, സോപ്പിട്ട് കഴുകണം, റണ്ണിങ് വാട്ടറിൽ കഴുകണം, 15 മിനിറ്റോളം കഴുകണം. 15 മിനിറ്റോളം കഴുകണം. അതാണ് 90% പോകുമെന്നാണ് എക്സ്പെർട്സ് പറഞ്ഞായിട്ടാണ് ഞാൻ വായിച്ചത്. പറയുന്നത്. പിന്നെ ഉള്ളത് വാക്സിൻ എടുക്കണം, ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കണം. ആ മുറിവുകളിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കണം. ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കാത്ത കേസുകൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈയിടെ കുട്ടികൾ മരിച്ചപ്പോൾ കഴുത്തിൻ്റെ അവിടെയൊക്കെ കടി കിട്ടി കഴിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നഴ്സിലേക്ക് എത്തുന്നവർ വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. അതാണ് ശരിക്കും ഏറ്റവും റിസ്ക് ഉള്ളത്. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അതിൽ? അതായത് ബൈറ്റ്, ഇപ്പോൾ നമ്മളിപ്പോൾ ബൈറ്റ് ഉണ്ടായിട്ടാണല്ലോ വാക്സിൻ എടുക്കുക. ഇപ്പോൾ എക്സ്പേർട്സ് അങ്ങനെ പറയുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അതായത് ഇത് നമ്മൾ സാധാരണ ഒരു വാക്സിൻ എടുക്കുന്നത് പോലെ തന്നെ ഇത് എടുക്കുക, ആൻറ്റി റേബീസ് വാക്സിൻ. അപ്പോൾ ഈ ആൻറ്റിബോഡി നമ്മളിൽ ഉണ്ടാവും. വൈറസ് വന്നാലും ഈ ആൻറ്റിബോഡി ഉള്ളത് കൊണ്ട് മറ്റേ ഒരു ആ രീതിയിലുള്ള. പക്ഷേ അത് കേരളം പോലുള്ള ഒരു നാട്ടിൽ നമുക്കത് പ്രാക്ടിക്കലാണ്. അത് നമ്മളൊരു പേരൻസിൻ്റെ ഓപ്ഷനായിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ കാരുണ്യ ഫാർമസി വഴി അത് അവൈലബിൾ ആക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നുണ്ട്. അതായത് എക്സ്പേർട്സ് ഒപ്പീനിയൻ കൂടി എടുക്കുന്നുണ്ട്. നമുക്കൊരു എക്സ്പേർട്ട് പാനലിന് ഒരു സജഷൻ കൂടി തേടിക്കൊണ്ട് അത് സാധ്യമാണോ, അങ്ങനെ ചെയ്യണോ എന്നുള്ളത്, അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നോക്കുന്നത്. പട്ടിയെ പിടിച്ച് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ പിന്നെ ആരോഗ്യമന്ത്രിക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമില്ല. അതിപ്പോൾ തദ്ദേശ വകുപ്പ് മാത്രം പ്രശ്നമല്ല, അത് നിങ്ങളുടെ സർക്കാരിൻ്റെ തന്നെ ഒരു പ്രശ്നമായി. തീർച്ചയായിട്ടും. ഒന്ന് ഈ മരണങ്ങൾ കുഞ്ഞുങ്ങളാവുമ്പോൾ അത് പക്ഷെ പലപ്പോഴും നമ്മൾ വാക്സിൻ കൊടുക്കുന്നുണ്ടെങ്കിലും എത്രയോ ഇരട്ടി കൊടുക്കുന്നുണ്ടെങ്കിലും അത് ആൻസർ ചെയ്യേണ്ടി വരുന്നു എന്നുള്ള വലിയൊരു, പിന്നെ നമുക്ക് ആ ഒരു വിഷമം, ആ ഒരു കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും ആ കുടുംബത്തിൻ്റെ വിഷമം, അത് ഭയങ്കര നമുക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ ആരോഗ്യ വകുപ്പെന്നുള്ള നിലയിൽ നമുക്കിനി ഈ ഒരു ഓപ്ഷൻ പറ്റുമോ എന്നുള്ളതാണ് എക്സ്പേർട്സ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പേർട്ട് പാനലിൻ്റെ കൂടി അഭിപ്രായത്തിൽ അവരുടെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത്. വാക്സിനും സീറോവും അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ നമുക്ക് എവിടെ എല്ലായിടത്തും നമ്മൾ അവൈലബിൾ ആക്കുകയും ട്രെയിനിങ് കൊടുക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ഇനിയും അത് പ്രൊഫൈലാക്സിസ് ആയിട്ട് എടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു അഭിപ്രായം വന്നതുകൊണ്ട് അതിലൊരു വിദഗ്ധ അഭിപ്രായം തേടിക്കൊണ്ട് അത് സാധ്യമാണോ എന്നുള്ളത് കൂടി, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ കഴിയുക എന്നുള്ളത് കൂടി നോക്കുക. അത് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു സജഷനാണ് വന്നിട്ടുള്ളത്, നോക്കാവുന്നത്. ഇപ്പം എൻ്റെ അവസാനത്തെ ചോദ്യം, ഈ നിങ്ങൾ മന്ത്രിയായി വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളുടെ ആക്രമണം നേരിട്ട ഒരു മന്ത്രിയായിരിക്കും ശ്രീമതി വീണ ജോർജ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആക്രമണങ്ങൾ. പലതും 1-2 ദിവസം 1-2 ആഴ്ച കൊണ്ടൊക്കെ തീരുന്നതായിരുന്നു. ഇതെന്താണ്, ഒരു മാധ്യമപ്രവർത്തക ആയിരുന്നു ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത് എത്രത്തോളം ഒരു മന്ത്രി എന്ന നിലയ്ക്ക് താങ്കളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയോ ബാധിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട്? ഇത് എത്രത്തോളം, എന്താണ് ഇതിൻ്റെ കാരണമായിട്ടൊക്കെ ഇതൊരു ഇഫക്റ്റ്, ഇതിന് വല്ല ഇഫക്റ്റ് നിങ്ങളുടെ പുറത്തുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആക്രമണങ്ങൾ നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കുറച്ചുകൂടി കരുത്ത് നേടും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പല ഈ തീർത്ത അസത്യമൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൽ നമുക്കൊരു വിഷമം തോന്നാറുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ എനിക്ക് നല്ല നിലയിൽ തോന്നിയിരുന്നു. പക്ഷേ ഞാനതിനെ കാണുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞില്ലേ കോവിഡ് ഡെത്തിൻ്റെ കാര്യത്തിൽ സത്യം പുറത്തു വരും എന്നുള്ളത്, ആത്യന്തികമായി വിജയം സത്യത്തിനായിരിക്കും. അപ്പോൾ നിങ്ങൾ എത്ര ആക്രമിക്കപ്പെടുന്നുണ്ടോ ആ ഓരോ ആക്രമണവും നിങ്ങളെ കൂടുതൽ കരുത്ത് ഉള്ളവരാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ നിങ്ങളുടെ മനസാക്ഷി ശുദ്ധമാണെങ്കിൽ, നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങൾ മറ്റൊന്നിനെ നോക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതിലേറ്റവും നല്ല ഉദാഹരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾക്ക് ആ നിലയിലുള്ള ആക്രമണങ്ങളും അധിക്ഷേപങ്ങളും അപമാനങ്ങളും ഒക്കെ തന്നെ നേരിടുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് 24 മണിക്കൂർ 3 മണിക്കൂർ ഒക്കെ ഉറങ്ങിയ സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ടീം വളരെ നല്ലതാണ്. നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വലിയ ടീം ആരോഗ്യ വകുപ്പിലുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നതിനാണ് നമ്മളെവിടെയെങ്കിലും നിന്ന് പോയാൽ ഒരു സിസ്റ്റം മുഴുവൻ
നിന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നമ്മളെവിടെയെങ്കിലും തളർന്നു പോയാൽ അത് നമ്മുടെ സിസ്റ്റത്തെ ബാധിക്കുന്ന ഒരു ഇതുണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു 4 വർഷക്കാലത്തെ പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും അങ്ങനൊരു ഒരിടത്ത് ഒരു തരത്തിലുള്ള ആക്രമണത്തിലും അങ്ങനൊരു നിന്നു പോകുന്നോ തളർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് കൂടുതൽ എനിക്ക് അത് നമ്മുടെ അനുഭവമാണല്ലോ. കൂടുതൽ പഠിച്ച് മുന്നോട്ട് പോകും.